എനിവേ KCLA എല്ലാവർക്കും അറിയാം, കേരള കോളേജ് ലൈബ്രറിയൻസ് അസോസിയേഷൻ. KCLA നമ്മൾ 4 റീജിയണിലാണ് ഉള്ളത്. അപ്പോ ഞങ്ങളുടെ കോട്ടയം റീജിയൻ, നമ്മുടെ കോട്ടയം കോട്ട എന്ന് ഞങ്ങൾ പറയുന്നു. കോട്ടയിൽ നിന്നും ഞങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ ഞങ്ങളുടെ കോൺട്രിബ്യൂഷൻ ചെയ്യുന്നതാണ്. എപ്പോഴും KCLA എന്ന് പറയുന്നത് ലൈബ്രറിയന്മാരുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നതാണ്. അത് പ്രൊഫഷണൽ ഡെവലപ്മെന്റിന് തന്നെ എന്ന് പറയണം. കാരണം ചെറിയ ചെറിയ കാര്യങ്ങളൊന്നുമല്ല, പ്രൊഫഷണൽ ആയിട്ട് നമുക്ക് എങ്ങനെ ഉയരാൻ പറ്റും, പ്രൊഫഷണൽ ആയിട്ട് മറ്റുള്ളവർക്ക് നമുക്ക് എന്ത് റിസോഴ്സ് മാത്രമല്ല നമുക്ക് ഡിസമിനേറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഇൻഫർമേഷൻ ഡിസമിനേറ്റ് ചെയ്യുക എന്ന് പറയുന്ന ഒറ്റ വാക്കി നമുക്ക് പറഞ്ഞു തീർക്കാൻ പറ്റും. പക്ഷെ ആ ഇൻഫർമേഷൻ ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട്. റൈറ്റ് ഇൻഫർമേഷൻ നമുക്ക് വേണ്ട സമയത്ത് കൊടുക്കാൻ പറ്റണം. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ. അതുപോലെ എൻ്റെ ഒരു സ്റ്റുഡന്റ്, ഒരു കാര്യമാണ് പറയാം. എൻ്റെ ഒരു സ്റ്റുഡന്റ് മെഡിക്കൽ ലൈബ്രറിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അദ്ദേഹം കഴിഞ്ഞ ദിവസം പറയായിരുന്നു, ഒരു സർജറി നടക്കുകയാണ്. സർജൻ അപ്പൊ വിളിച്ചിട്ട് പറഞ്ഞു, ഇന്ന ബുക്കിൽ നിന്ന് റെഫർ ചെയ്ത് ഇന്ന കാര്യത്തിന്റെ ആൻസർ എടുത്തുകൊണ്ട് വരെ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആള് പെട്ടെന്ന് ഷോക്ക്ഡ് ആയി പോയി. കാരണം കൊടുക്കുന്ന ഇൻഫർമേഷൻ എവിടെയെങ്കിലും ചെറുതായിട്ടൊന്ന് പാളിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ടേബിളിൽ പേഷ്യന്റ് കിടക്കുകയാണ്. ഒരു മെഡിക്കൽ കോളേജിലാണ്. സോ ഭയങ്കരമായിട്ട് ടെൻഷൻ ആയിപ്പോയി. എന്തായാലും സംഭവം എടുത്ത് കൊടുത്തു. എന്തായാലും അത് സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്തു. ഡോക്ടർ ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്തു എന്ന് പറഞ്ഞു. ആ ടൈമിൽ അത് കിട്ടിയത് ഭയങ്കര ഉപകാരമായി. നമ്മളെപ്പോഴും വിചാരിക്കും ഇൻഫർമേഷൻ അല്ലേ, ഇൻഫർമേഷൻ പ്രൊവൈഡേഴ്സ്, ഇൻഫർമേഷൻ പവർ ആണെന്ന് നമ്മൾ പറയുന്നത് ഇതാണ്. സോ ഞാൻ ആദ്യം പറഞ്ഞ പോലെ അധികം നീട്ടുന്നില്ല, എന്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ആദ്യമായിട്ട് കുട്ടിക്കാനം കോളേജിലെ പ്രിൻസിപ്പൾ ഡോക്ടർ റോയി എബ്രഹാം അച്ഛനെ ഞാൻ പ്രത്യേകം ഞങ്ങളുടെ ഈ ഒരു ചെറിയ വെബിനാർ ഇനാഗ്രേറ്റ് ചെയ്യാനായിട്ട് സന്മനസ് കാണിച്ചതിന് ഒരുപാട് നന്ദി അർപ്പിക്കുകയാണ്. അതുപോലെ തന്നെ ജോബിന്റെ വാക്കുകളിൽ നിന്നും അച്ഛനെ ഒരുപാട് പരിചയമുണ്ട്. എന്ത് പറയുമ്പോഴും ലൈബ്രറിക്ക് എന്ത് കാര്യങ്ങൾ പറയുമ്പോഴും വളരെ സപ്പോർട്ടീവായിട്ട്. ഞങ്ങൾക്കറിയാം അതോറിറ്റി എന്ന് പറയുന്നത് അല്ലെങ്കിൽ മാനേജ്മെന്റ് അല്ലെങ്കിൽ ഹെഡ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷൻ സപ്പോർട്ട് ചെയ്താൽ മാത്രമേ ലൈബ്രറിനും ഒരു ഇംപ്രൂവ്മെന്റ് അല്ലെങ്കിൽ പ്രൊഫഷണൽ ഡെവലപ്മെന്റ് ഉണ്ടാകാൻ പറ്റും. അത് ഒരുപാട് അനുഭവിക്കുന്ന ഒരാളാണ് ജോബിൻ. അത് ജോബിന്റെ ഒരു ലക്കാണ്. എന്തായാലും ഇങ്ങനെ ഈ ഒരു പ്രൊഫഷനോട് ഇത്രമാത്രം ആത്മാർത്ഥതയും സ്നേഹവും കാണിക്കുന്ന അച്ഛൻ, ഇത് ഞങ്ങൾക്ക് ഉദ്ഘാടനം ചെയ്യാൻ വന്നതിൽ ഒരുപാട് നന്ദി. അതുപോലെ തന്നെ അച്ഛനെ ഈ ഒരു വെബിനാറിലേക്ക് ക്ഷണിക്കുന്നു. അടുത്തത് ഞങ്ങളുടെ ഈ യോഗത്തിന്റെ ഇന്നത്തെ പ്രസിഡന്റ് ആണ് ടോണി സാറ്. ഞാൻ പറഞ്ഞു, ഞാൻ ആദ്യം കോണ്ടാക്ട് ചെയ്തത് ടോണി സാറിനെയാണ്. അപ്പൊ തന്നെ നിങ്ങൾക്കറിയാം, എവറി ടൈം ഏത് സമയത്താണെങ്കിലും നമുക്കൊരു ആവശ്യം വരുമ്പോ ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ കൂടെ നിൽക്കുന്ന ഒരാളാണ് ടോണി സാർ എന്ന് പറയുന്നത്. അത് ആരാണെങ്കിലും, അത് ഏത് തലത്തിലുള്ളവരാണെങ്കിലും, ഇപ്പൊ റീസെന്റ് ജോയിൻ ചെയ്തവരാവാം, ചിലപ്പോൾ സീനിയേഴ്സ് ആവാം, അങ്ങനെയുള്ള യാതൊരു തരംതിരിവും ഇല്ലാതെ അവനെ കൊണ്ട് പറ്റുന്ന എന്ത് സഹായവും ആർക്കും ചെയ്യാൻ തയ്യാറായിട്ടും വളരെ ആക്റ്റീവായിട്ടും ഞങ്ങളുടെയൊക്കെ മോഡലായിട്ട് ഞങ്ങൾ കാണുന്ന ഒരാളാണ്. അത്രയ്ക്കും ഞങ്ങളെല്ലാം സപ്പോർട്ട് ചെയ്യുന്ന, എന്ത് കാര്യത്തിനാണെങ്കിലും സപ്പോർട്ട് ചെയ്യുന്ന ഒരു മാന്യ വ്യക്തിയാണ് ടോണി സാറ്. എന്തായാലും ഈ ഒരു യോഗത്തിലേക്ക് ടോണി സാറിനെ സ്വാഗതം ചെയ്തു. ഇനി ഇപ്പൊ ഇവിടെ ജോയിൻ ചെയ്തിട്ടില്ല, ജോയിൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ KCLA പ്രസിഡന്റ് സിസ്റ്റർ ജോയല്, അതുപോലെ തന്നെ സെക്രട്ടറി മനോജ്. ഇവരെ രണ്ടുപേരെ സിസ്റ്ററൊക്കെ എന്ത് വേണമെങ്കിലും ലൈബ്രറിമാരുടെ ഉന്നമനത്തിന് വേണ്ടി ഏത് രീതിയിൽ വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു നല്ലൊരു ഹെൽപ്പിംഗ് മെന്റാലിറ്റി ഉള്ള നല്ല ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രസിഡന്റ് ആണ്. എങ്ങനെ ഒരു പ്രസിഡന്റ് നമുക്ക് കിട്ടിയത് നമുക്ക് വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ്. എന്തായാലും പ്രസിഡന്റിനെയും സെക്രട്ടറിയെയും മറ്റെല്ലാ ഓഫീസ് ബെയറേഴ്സിനെയും KCLA ഓഫീസ് ബെയറേഴ്സിനെയും പ്രത്യേകമായിട്ട് ഈ വെബിനാറിലേക്ക് സ്വാഗതം ചെയ്യും. ഇനി നമുക്കറിയാം, ഞാൻ ആദ്യം പറഞ്ഞ പോലെ സെന്റർ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്ന പോലെ ജോബിനാണ്. സോ ഫസ്റ്റ് തന്നെ ഞാൻ ജോബിനെ കുറിച്ച് പറഞ്ഞു. ജോബിൻ ജോസ് കുട്ടിക്കാനം കോളേജില് വർക്ക് ചെയ്യുന്നു. നമുക്ക് എല്ലാം അറിയാവുന്ന പോലെ ടെക്നോളജിക്കലി ആള് വളരെ ഹൈ ആയിട്ടുള്ള ഒരാളാണ്. ഈ പറഞ്ഞതുപോലെ തന്നെ എന്ത് ഹെൽപ്പ് വേണോ അതെല്ലാം പെട്ടെന്ന് നമുക്ക്, ഇപ്പൊ നമുക്ക് മനസ്സിലായല്ലോ, ഞാൻ ഇനി കൂടുതൽ വിശദീകരിക്കേണ്ട. 19 വർഷത്തെ എക്സ്പീരിയൻസ് ലൈബ്രറിനായിട്ടുള്ള ഒരാളാണ്. MLIC അതുപോലെ തന്നെ PGDLIM എടുത്തിരിക്കുന്ന ഒരു വ്യക്തിയാണ്. സോ നിങ്ങൾക്കറിയാം, ക്ലാസ് കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്കറിയാം, നമ്മൾ പല ക്ലാസ്സുകളും കൂടാറുണ്ട്. ഞാൻ പല പ്രാവശ്യം KCLA വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ഞാൻ ഇട്ടു. നമ്മൾക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ വളരെ ലളിതമായിട്ട് നമ്മൾക്ക് പറഞ്ഞു തരാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ്. ഭയങ്കര ഹൈഫൈ ആയിട്ടുള്ള ക്ലാസ് ഒക്കെ നമ്മൾ കുറെ നേരം കൂടും, പിന്നെ നമുക്ക് ബോറടിക്കും, നമ്മൾ പോകും. ഇതങ്ങനെയല്ല. ഇത് മാക്സിമം ജോബിൻ ലൈവ്ലി ആക്കും. പ്രാക്ടിക്കൽ സെഷൻസ് ആയിരിക്കും.
നമ്മളെല്ലാം കേട്ടിരുന്നിട്ട് കാര്യമില്ല. അപ്പൊ എല്ലാവരും നെറ്റൊക്കെ കണക്റ്റഡ് ആയിട്ട് ഏകദേശം ഒന്ന് റെഡി ആയിട്ടിരിക്കുക. എന്തായാലും ജോബിൻ നല്ല ഒരു ക്ലാസ് ജോബിന് നയിക്കാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ വെബിനാറിലേക്ക് സ്വാഗതം ചെയ്യുകയും ചെയ്യും. മറ്റുള്ള എല്ലാ മെമ്പേഴ്സിനെയും, KCLയുടെ എല്ലാ മെമ്പേഴ്സിനെയും, നമ്മുടെ വൈസ് പ്രസിഡന്റ് ജിലുജി എട്ടാനയിലുണ്ട്, അതുപോലെ തന്നെ സെക്രട്ടറി ഡ്യൂമി, ജോയിന്റ് സെക്രട്ടറി ചെറിയാൻ സാറുണ്ട്, അതുപോലെ ഞങ്ങളുടെ സീനിയർ ഫാക്കൽറ്റീസ് ആയിട്ടുള്ള ഷാജി സാറുണ്ട്, ജോഷ് സാറുണ്ട്, ട്രഷറർ ബിനു ഉണ്ട്. എല്ലാവരെയും പ്രത്യേകം സ്വാഗതം ചെയ്യുന്നു. പ്രത്യേകിച്ച് എൻ്റെ ഒരൊറ്റ കോളില് ഇന്ന് പെട്ടെന്ന് കോമ്പയറിംഗ് ഏറ്റെടുക്കുകയും വോട്ട് ഓഫ് താങ്ക്സ് ഏറ്റെടുക്കുകയും ചെയ്ത റയേഷിനെ, CMS കോളേജ് ലൈബ്രറിയൻ റയേഷിനെ പ്രത്യേകം ഓർക്കുന്നു, നന്ദി പറയുന്നു. എല്ലാവരെയും പ്രത്യേകമായിട്ട് ഒന്ന് മറന്നുപോയി, കുറച്ച് സ്റ്റുഡൻസും ഉണ്ട്. അപ്പൊ അവരെ എല്ലാവരെയും ഓരോരുത്തരെയും പ്രത്യേകമായിട്ട് ഈ വെബിനാറിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. പ്രസംഗത്തിനായി KCLA വൈസ് പ്രസിഡന്റ് ടോണി ചെറിയാൻ സാറിനെ ക്ഷണിക്കുന്നു. Hello, respected principal, Father Roy Abraham, and ഇന്നത്തെ റിസോഴ്സ് പേഴ്സൺ ജോബിൻ, നമ്മളെ സ്വാഗതം പറഞ്ഞ അനറ്റമിസ് പ്രയേഷ് ആൻഡ് ഓൾ ദി അക്കാഡമിക് സ്റ്റാഫ്, റിസർച്ചേഴ്സ് ആൻഡ് സ്റ്റുഡൻസ്. ഇന്നത്തെ നമ്മുടെ ഈ വെബിനാർ എന്ന് പറയുന്നത് ഉണ്ടായത് എങ്ങനെയാണെന്ന് അനറ്റമിസ്റ്റ് വിശദീകരിച്ചു. എനിക്ക് അതിനെപ്പറ്റി കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത്. ഫസ്റ്റ് ഓഫ് ഓൾ, I take this opportunity to congratulate Mr. Jobin to take this effort into a fruitful one. ജോബിൻ, കഴിഞ്ഞ ആഴ്ച ഞാൻ ജോബിനോട് സംസാരിച്ചു. ജോബിൻ ഏകദേശം ഒരു 10 ദിവസത്തിൽ കൂടുതൽ രാവിലെയും പകലും ഇരുന്ന് അധ്വാനിച്ച് ഈ ഫാക്കൽറ്റിയുടെ ഡേറ്റ എല്ലാം കൺസോൾട്ടേറ്റ് ചെയ്ത് അത് അപ്ലോഡ് ചെയ്ത് കറക്റ്റ് ചെയ്ത് ഡേറ്റ ക്യൂറേഷൻ കഴിഞ്ഞ് അവരുമായിട്ട് ഒത്തിരി കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാണ് കേരളത്തിൽ ആദ്യമായിട്ട് ഒരു കോളേജ്, അത് ഗവൺമെന്റ് സെക്ടറിലായാലും എയ്ഡഡ് സെക്ടറിലും ആദ്യത്തെ കോളേജ് IRINS പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുന്നത് മരിയൻസ് കോളേജാണ്. അതിനെ ആദ്യമായിട്ട് കൺഗ്രാജുലേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു സംഗതി IRINS ഒരു പ്രൊഫൈൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ക്രിയേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ആ കോളേജിന്റെ ഒരു ഇന്റലക്ച്വൽ ഔട്ട്പുട്ട്, ഒരു സ്കോളർലി ഔട്ട്പുട്ട് എന്താണെന്ന് ലോകത്തിന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുന്നത്. നമുക്കറിയാം ഇൻഡിവിജ്വൽ പ്രൊഫൈൽസ് ഉണ്ട്. ഇപ്പം സ്കോപ്പസ് ID അല്ലെ ഗൂഗിൾ സ്കോളർ ID, റിസർച്ചർ ID ഒക്കെ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഒരു ഇൻഡിവിജ്വലിന്റെ റിസർച്ച് ഔട്ട്പുട്ട് നമുക്ക് ഷോക്കേസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഐഡികളാണ് ഈ പറഞ്ഞ IDs. സ്കോപ്പസ് ID, ഗൂഗിൾ സ്കോളർ ID, റിസർച്ചർ ID. അതുപോലെ തന്നെ ഇൻഫ്ലിപ്പ് നെറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഐഡിയാണ് വിദ്വാൻ ID എന്ന് പറയുന്നത്. അതൊരു ഇൻഡിവിജ്വലിനായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഈ ഇൻഡിവിജ്വൽ വിദ്വാൻ ഐഡികൾ കൺസോൾട്ടേറ്റ് ചെയ്ത് ഒരു ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഔട്ട്പുട്ട് ഹോളായിട്ട് കാണിക്കാൻ പറ്റുന്ന ഒരു സിസ്റ്റമാണ് ഇന്ത്യൻ റിസർച്ച് ഇൻഫർമേഷൻ നെറ്റ്വർക്ക് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പം ജോബിൻ സാർ അതിൽ എടുത്തിരിക്കുന്ന എഫേർട്ടിനെ ആദ്യം കൺഗ്രാജുലേറ്റ് ചെയ്യുന്നു. അതുപോലെ ഈ ഒരു സിസ്റ്റം എന്ന് പറയുന്നത് നമ്മൾ ചെയ്ത വർക്ക് ലോകത്തിന് കാണിച്ചു കൊടുക്കും. പക്ഷേ ജോബിനെ സംബന്ധിച്ച് പറയാൻ, ജോബിൻ കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അത് കോളേജിൽ അറിയാമെങ്കിലും ലൈബ്രറിയൻ സർക്കിളിലോ അല്ല അക്കാഡമിക് സർക്കിളിലോ അത്ര അറിയപ്പെടുന്നില്ല. അപ്പം ജോബിൻ ഇങ്ങനെയുള്ള സംരംഭങ്ങൾ കൂടുതൽ മുന്നോട്ട് വരണം എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അതിന് ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിന് എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. KCLA തുടർന്നും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അതിനെല്ലാ സപ്പോർട്ടും KCLA ടീമിന്റെ ഭാഗത്തു നിന്നുണ്ട്. ഞാൻ അതിന്റെ വൈസ് പ്രസിഡന്റ് ആണ്. അതുപോലെ തന്നെ ജോബിനും സെയിം വൈസ് പ്രസിഡന്റ് ആണ് KCLA. ഞങ്ങളുടെ പ്രസിഡന്റിന്റെയും ജനറൽ സെക്രട്ടറി മനോജ് കുമാറിന്റെയും എല്ലാവരുടെയും പേരിലുള്ള ഭാവുകങ്ങൾ ഈ ഒരു പ്രോഗ്രാമിൽ നേരുന്നു. എല്ലാവിധ ഐശ്വര്യങ്ങളും നൽകുന്നു. താങ്ക് യു. താങ്ക് യു സർ. അടുത്തതായിട്ട് ഉദ്ഘാടന പ്രസംഗത്തിനായി മരിയൻ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ റോയ് എബ്രഹാമസിനെ വിനയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. Thank you very much, Mr. Rajesh Thomas, for your welcome. എനിക്ക് ഡോക്ടർ അനത് സുമൻ ജോസിന്റെ വെൽക്കം സ്പീച്ച് കേട്ടപ്പോൾ തന്നെ മനസ്സിലായി ഈ കേരള കോളേജ് ലൈബ്രറിയൻസ് അസോസിയേഷന്റെ ഒരു വൈബ്രൻസിയും വാന്തും അത്ര ഊഷ്മളമായ ഒരു സ്വാഗതമാണ്. വളരെ ഇൻഫോർമലും എന്നാൽ വളരെ ഊഷ്മളമായി ഒരു സ്നേഹം സ്മരിക്കുന്ന, നിങ്ങളെല്ലാം തമ്മിലുള്ള ഒരു പരസ്പര ബന്ധം വ്യക്തമാക്കുന്ന രീതിയിലുള്ള ഒരു വെൽക്കമാണ് പറഞ്ഞതിന് പ്രത്യേകം നന്ദി പറയുന്നു.
ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹപ്രവർത്തകൻ ജോബിനെ കുറിച്ച് പറഞ്ഞ നല്ല അപ്രിസിയേഷനും കേട്ടപ്പോൾ എനിക്ക് വളരെ അഭിമാനം തോന്നി. എന്ന് വെച്ചാൽ ഞാൻ അന്നേരം തന്നെ ജോബിനോട് പറഞ്ഞു ഉടനെ തന്നെ റെക്കോർഡിങ് ആരംഭിക്കും. അന്നേരത്തേനും അതൊന്ന് തീർന്നുപോയി. എന്നാലും അത് കേട്ടപ്പോൾ എനിക്കൊരു പ്രിൻസിപ്പൾ എന്നുള്ള നിലയിൽ ഈ സ്ഥാപനത്തിന്റെ തലപ്പത്തിരിക്കുമ്പം സഹപ്രവർത്തകരെ കുറിച്ച് നല്ലത് കേൾക്കുമ്പോൾ അത് വലിയ സന്തോഷമാണ്. നിങ്ങൾ ഇന്ന് ചെയ്യുന്ന ഈ കാര്യം എനിക്ക് തോന്നുന്നത് അതൊരു വലിയ കോൺട്രിബ്യൂഷൻ ടു യുവർ ഓൺ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് എന്ന് പറയാതിരിക്കാൻ പറ്റില്ല. കഴിഞ്ഞ കുറെ നാളുകളായിട്ട് ജോബിന് ഈ കോളേജില് ഈ പറഞ്ഞതുപോലെ ഇന്ത്യൻ റിസർച്ച് ഇൻഫർമേഷൻ നെറ്റ്വർക്ക് സിസ്റ്റത്തിലേക്ക് കോളേജിലെ എല്ലാ ഫാക്കൽറ്റി എത്തിക്കാനായിട്ട് ഒത്തിരി അധ്വാനിച്ചിട്ടുണ്ട്. എന്നോടാണെങ്കിലും പേഴ്സണലി പല തവണ വന്ന് പറഞ്ഞു. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ജോബിൻ വന്ന് പറയുമ്പോഴേ എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകുന്നതാണ്. പ്രിൻസിപ്പൽമാർ പല പല കാര്യങ്ങളിലാണ് പലപ്പോഴും ഇൻവോൾവ് ആയിരിക്കുന്നത്. അതുകൊണ്ട് പല കാര്യങ്ങളും വന്ന് പറയുമ്പോൾ നല്ലതാണെങ്കിലും വേണ്ട സഹകരണം പലപ്പോഴും സമയത്ത് ചെയ്തു കൊടുക്കാൻ അത്ര എളുപ്പമല്ല. ജോബിൻ മേഡ് ഇറ്റ് എ പോയിന്റ് ടു സീ ദാറ്റ് ഹി വിൽ ഡു ദാറ്റ്. അതുകൊണ്ട് റിപ്പീറ്റഡ്ലി അപ്രോച്ച്ഡ് ആൻഡ് ദെൻ മെയ്ഡ് അപ്പീൽസ് ടു ദ ഫാക്കൽറ്റി. എല്ലാരെയും ഓഡിറ്റോറിയത്തിൽ വിളിച്ചിരുത്തി ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഒരുമിച്ചിരുത്തി ചെയ്യിച്ച് ചെയ്യാൻ വിട്ടുപോയവരെ പേഴ്സണലി വിളിച്ച് ഹാസ് മെയ്ഡ് എ ലോട്ട് ഓഫ് എഫർട്ട്. എനിക്ക് തോന്നുന്നു അങ്ങനെയൊക്കെയുള്ള ആളുകൾ കോളേജിലുണ്ട് എന്നുള്ളത് ഞങ്ങൾക്ക് വലിയൊരു അഭിമാനമാണ്. നിങ്ങൾ പറഞ്ഞപ്പോൾ ആ ഒരു സ്മരണ അനറ്റിന്റെ സംസാരത്തിൽ നിന്ന് എനിക്കും മനസ്സിലായി. എന്തായാലും നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ ദിസ് ഇസ് ദി ഇൻഫർമേഷൻ ഏജ്. ആൻഡ് ഇൻഫർമേഷൻ പണ്ടത്തേത് പോലെ ആർക്കും കോപ്പി അടിക്കാനും അധികം പറ്റുന്ന ഒരു സാഹചര്യം അല്ല ഇപ്പോൾ. അല്ലെങ്കിൽ ഇസ് നോട്ട് ബീയിങ് റെസ്പെക്റ്റഡ് ഓർ ആക്സെപ്റ്റഡ് ഇൻ ദി അക്കാഡമിക് ഫീൽഡ് എനിമോർ. പ്രോബബ്ലി വെൻ റിസർച്ചേഴ്സ് വെർ കളക്ടിങ് ഇൻഫർമേഷൻ ഇൻ ദ പാസ്റ്റ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, ഫ്രോഡുലന്റ് പ്രാക്ടീസസ് വെർ നോട്ട് സീൻ വിത്ത് ദിസ് കൈൻഡ് ഓഫ് എ സീരിയസ്നെസ് ഇൻ അക്കാഡമിക് ഫീൽഡ് ഇൻ ഇന്ത്യ. നമുക്കിപ്പോൾ അങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ വരണം. അപ്പൊ ദാറ്റ് ഈസ് വെയർ ദി റിസർച്ച് support and research visibility becomes very very important for any institution and research. അവിടെയാണ് ലൈബ്രറി സയൻസിന്റെ ഒത്തിരിയേറെ പ്രസക്തി വരുന്നത്. എനിക്ക് തോന്നുന്നത് NEP വന്നപ്പോൾ, പുതിയ എഡ്യൂക്കേഷൻ പോളിസി വന്നപ്പം ഹെവി എംഫസിസ് ഓൺ റിസർച്ച്. മാത്രമല്ല ഇപ്പോഴത്തെ ഗവൺമെന്റ് ഈ വർഷത്തെ ഫണ്ടിങ് ഹയർ എഡ്യൂക്കേഷന് ടോട്ടലി സെൻട്രൽ ഗവൺമെന്റ് ഫണ്ടിങ് കുറച്ചപ്പോഴും ഹെവി ഫണ്ടിങ് ഈസ് സെറ്റ് അപ്പാർട്ട് ഫോർ റിസർച്ച്. അപ്പൊ ഇനി ഒരു അക്കാഡമിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ഈസ് നോ മോർ ഗോയിങ് ടു ബി നോൺ, ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഗ്രാജുവലി ഈസ് നോ മോർ ഗോയിങ് ടു ബി നോൺ ഫോർ ഇസ് ടീച്ചിങ്. ടീച്ചിങ് ഷോപ്സ് ആയി മാറുന്ന ഒരു പതിവ് കോളേജുകളിൽ ഉണ്ടായിരുന്നു. അത് ഒരു പാർലമെന്റ് കോളേജ് പോലെ, അല്ലെങ്കിൽ പഠിപ്പിച്ച് കൊടുക്കുക, അവർ കാണാൻ പഠിച്ചു അവിടെ എഴുതുക. അത് മാറി ഔട്ട്കം ബേസ്ഡ് എഡ്യൂക്കേഷനിലേക്കും റിസർച്ച് ഫോക്കസ്ഡ് എഡ്യൂക്കേഷനിലേക്കും ഇന്നോവേഷൻ ഫോക്കസ്ഡ് എഡ്യൂക്കേഷനിലേക്കും എല്ലാം വരികയാണ്. അവിടെ റിസർച്ച് ഫണ്ടിങ് ഹെവി ആയിട്ടുണ്ട്. എല്ലാ എഡ്യൂക്കേഷനും ഈസ് ഗോയിങ് ടു ബി, അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആർ ഗോയിങ് ടു ബി നോൺ ഫോർ ദർ റിസർച്ച്. അപ്പൊ അവിടെ ആ ഒരു നോളജ് അവിടെ സൃഷ്ടിക്കുകയും അത് ലോകം മുഴുവൻ അറിയിക്കുകയും ചെയ്തെങ്കിൽ മാത്രമേ ഉള്ളൂ ഇൻസ്റ്റിറ്റ്യൂഷന്റെ നെയിം ഫെയിം ഒക്കെ നമുക്ക് കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. അപ്പൊ നമുക്കറിയാം NIRF വരുമ്പോഴാണെങ്കിലും ഹെവി അലോക്കേഷൻ ഈസ് ഗിവൺ ഫോർ റിസർച്ച്. മരിയൻ കോളേജിന്റെ NIRFലെ പെർഫോമൻസ് വൈസില് ഞങ്ങൾ തീരെ മോശമല്ലേ ഓൾ ഇന്ത്യ ലെവലില്. എങ്കിൽ പോലും ഒരു പ്രാവശ്യം 84 വന്നു, മറ്റ് 2 പ്രാവശ്യവും ജസ്റ്റ് അബവ് 100 ആയിട്ട് നിന്നു. പക്ഷേ റിസർച്ചിന്റെ കാര്യത്തിൽ വരുമ്പോ നിയർലി 0-യിലേക്കാണ് എത്തുന്നത്. ആൻഡ് ദാറ്റ് ഈസ് വൈ വി ആർ ലൂസിങ് എഗൈൻസ്റ്റ് അതർ കോമ്പറ്റീറ്റേഴ്സ്. ഒരുപക്ഷെ റിസർച്ച് കുറെ എല്ലാം ചെയ്യുന്നുണ്ടെങ്കിലും നേരത്തെ അതിറ്റും ഒക്കെ സൂചിപ്പിച്ചോ, അല്ലെങ്കിൽ ഇതിനകത്ത് എല്ലാവരും വന്നിരിക്കുന്ന ഒരേ റിസർച്ച് പെർസെപ്ഷൻസ് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ഇതൊക്കെ ദീസ് ആർ സം ഓഫ് ദി ന്യൂ തിങ്സ് പ്രോബബ്ലി അൺനോൺ ടു ഓൾഡർ ജനറേഷൻ പീപ്പിൾ ലൈക്ക് മീ. ഞാനിപ്പം അടുത്ത വർഷം റിട്ടയർ ചെയ്യാണ്. സീനിയർ ആയിട്ടുള്ളവർക്ക് ഒട്ടും അറിയത്തില്ല. കാരണം when I did my research, these things were not there. So most of the senior faculty members who did their researches, അവർക്ക് റിസർച്ച് കൊണ്ട് പ്രത്യേകിച്ച് ഒരു അഡ്വാൻറ്റേജ് ഒന്നുമില്ല. നമ്പർ ഓഫ് ഇയേഴ്സ് പ്രോബബ്ലി ഡിറ്റർമിൻഡ് ദെയർ സർവീസ് കരിയർ ലാഡർ. റിസർച്ചോ പബ്ലിക്കേഷനോ ഒന്നും എസെൻഷ്യൽ അല്ലായിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. സോ യങ്സ്റ്റേഴ്സ് ആർ പ്രോബബ്ലി മോർ കോമ്പിറ്റന്റ് ദാൻ us. അപ്പൊ നമുക്ക് അവരെയൊക്കെ ഒന്ന് ഗൈഡ് ചെയ്യാനായിട്ട് സാധിച്ചാൽ, അവർക്ക് ഇൻട്രസ്റ്റ് അതിനകത്തുണ്ട്, അതിനകത്ത് അവരുടെ കരിയർ ഗ്രോത്തിന് അതൊരു മസ്റ്റാണ്. ഇനിയുള്ള നാളുകളിൽ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ അതില്ലാതെ മസ്റ്റാണ്. അപ്പോൾ അത് ആ രീതിയിൽ വളർന്നു വരട്ടെ.
അതിനുള്ള എല്ലാ അനുഗ്രഹവും ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. മരിയൻ കോളേജിനെ സംബന്ധിച്ച് പറഞ്ഞാൽ മരിയൻ കോളേജ് റിസർച്ചിൽ ഇനി അതുകൊണ്ട് വളരെയധികം കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. റിസർച്ച് കൺസൾട്ടൻസി എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ട് ഒരുപക്ഷെ ജോബിന് അത് പറയുമെന്നാണ് ഞാൻ കരുതുന്നത്. എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ട് ജോബിന്റെ നേതൃത്വത്തിൽ ഒരു ടീം ഓഫ് faculty members have lined up to provide necessary support for all people who are doing research, planning to publish data, അല്ലെങ്കിൽ ഒരുപക്ഷെ മറ്റ് പ്ലേജറിസം ഒക്കെ അങ്ങനെയുള്ള പല കാര്യങ്ങളും സർവീസ് ആയിട്ട് മരിയൻ കോളേജിൽ ചെയ്തു കൊടുക്കാനായിട്ട് വി ആർ ഹാപ്പി ടു ഡു ദാറ്റ്. കൂടുതൽ കാര്യങ്ങൾ എനിക്ക് തോന്നുന്നത് ജോബിൻ തന്നെ നിങ്ങളോട് പറയുമെന്ന് ഞാൻ കരുതുകയാണ്. നിങ്ങൾ എന്നെ വിളിച്ചതിലുള്ള വലിയ സന്തോഷം ഞാൻ ഈ അവസരത്തിൽ അറിയിക്കുന്നു. ജോബിന് ഏറ്റവും മുന്നേയായിട്ട് നിങ്ങളോട് കാര്യങ്ങൾ സംസാരിക്കാൻ ഇടവരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടുകൂടി നിങ്ങളുടെ മുമ്പോട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്ക് വിജയം ആശംസിച്ചുകൊണ്ടും ഈ പ്രോഗ്രാം ഇനാഗുറേറ്റ് ചെയ്തതായി ഞാൻ അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു അച്ഛ. അടുത്തതായിട്ട് സെഷൻ മരിയൻ കോളേജ് ലൈബ്രറിയൻ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ജോബിൻ സാറിനെ ക്ഷണിക്കുന്നു. അദ്ദേഹം കഴിഞ്ഞ 19 വർഷമായി മരിയൻ കോളേജിൽ ലൈബ്രറിയനായിട്ട് സേവനം സൃഷ്ടിക്കുന്നു. മിസ് പറഞ്ഞതുപോലെ ഏതൊരു ഉപരികാര്യത്തെ കുറിച്ച് അറിയുവാനും മനസ്സിലാക്കുവാനും മറ്റുള്ളവർക്ക് തനിക്കറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനും വേണമെന്ന് ആശ്രയിക്കാവുന്ന ഒരു വ്യക്തിത്വമാണ് ജോബിൻ സാർ. അതെനിക്ക് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട്. ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. ജോബിൻ സാറിനെ സെഷൻ കൈകാര്യം ചെയ്യുന്നതിനായിട്ട് ക്ഷണിച്ചു പോകും. Respected Principal Dr. Roy Abraham Padayaparambil, KCLA State Vice President Mr. Tony Cherian, KCLA MG University Region Mr. E.S. Thomas, all other participants, a very good afternoon. I am very glad to be the resource person for this webinar, Tools for Research Visibility. And I also very thankful to KCLA MG University Region to jointly organize this webinar with Marian College Kutikana. This topic, Tools for Research Visibility, is very much important for all the faculty members and research scholars for making their research activities which are visible for outside world. Apart from this, NAC and NI are asking our overall research activities. For this, we should have to showcase our research activities. Through this webinar, I am trying to introduce different profile management systems which showcase research activities. Research visibility means to show your research activities to the outside world to get noticed by researchers and connect them. The activities aimed at promoting research which are increasing by important in researchers' work. By making your research visible and accessible, you increase the chance of your research being noticed, used and having impact. Profile management system. The profile management system is a web-based tool to organize research activities carried out by researchers such as interest, skill, experience, expertise, project, publications, etc. The profile management system acts as knowledge management as well as discovery tool for the researcher, faculty, scientists, etc. within the institution as well as across the institutions. Tools for profile management system individual. ORCID ID, Scholar ID, ResearchGate, Academia.edu, Scopus ID, Researcher ID, Microsoft ID, Live DNA, Vidwan and Mendeley. Tools for profile management system institutions. IRINS, product by Infinite Center, Pure by Elsevier, Insights by Clarivate Analytics, Pivot,
by Proquest, Google Scholar, Bibo by Cornell University. ആദ്യം നമ്മൾക്ക് ഇൻഡിവിജ്വൽ പ്രൊഫൈൽ ഇൻസ്റ്റിറ്റ്യൂഷൻ പ്രൊഫൈൽ മാനേജ്മെന്റ് സിസ്റ്റത്തിൽ IRINS ഇൻഫ്ലുവൻസ് സെന്ററിന്റെ പ്രോഡക്റ്റ് ആണ്. അതുപോലെ ഗൂഗിൾ സ്കോളർ ഗൂഗിളിന്റെ, ബാക്കി എല്ലാം കാണിച്ചിരിക്കുന്ന എല്ലാം പെയ്ഡ് സോഫ്റ്റ്വെയർസ് ആണ്. അതുപോലെ നമ്മൾ ഒരു ഇൻഡിവിജ്വൽ എന്ന രീതിയിൽ നമ്മുടെ ഒരു പ്രൊഫൈൽ മാനേജ്മെന്റ് സിസ്റ്റത്തെ കുറിച്ച് ആലോചിക്കുമ്പോൾ ആദ്യമായി നമ്മൾ ചെയ്യേണ്ടത് ഒരു പ്രൊഫൈലാണ് ഓർക്കിഡ് ID. ഓർക്കിഡ് ഐഡിയെ കുറിച്ച് ഈ പറയുന്ന ഐഡികളെ കുറിച്ചൊക്കെ എല്ലാവർക്കും ഏകദേശം ധാരണ കാണും എന്ന് കരുതുന്നു. അപ്പോൾ നമ്മൾ ID എന്താണ്, അതിന്റെ അങ്ങനെ നമ്മൾ പറഞ്ഞു പോകുന്നില്ല. ഇതെങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മളിവിടെ കൂടുതലായിട്ട് കാണിക്കുന്നത്. ഓർക്കിഡ് ID ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളുടെ നെയിംസിൽ ഉണ്ടാകുന്ന വ്യത്യാസം, അതായത് നമ്മുടെ പേരുകൾ പല പബ്ലിക്കേഷനിലും അല്ലെ പല ജേണലിലും പല രീതിയിലായിരിക്കും മെൻഷൻ ചെയ്ത് വരുന്നത്. ജോബിൻ ജോസ് എന്നാണെങ്കിൽ ചിലപ്പോൾ J, ജോസ് എന്ന് കാണും. അതുപോലെ ജോബിൻ, ജോസ് എന്ന് കാണും. അങ്ങനെ പല രീതിയിൽ വരുമ്പോൾ ഇതെല്ലാം ഒരാളാണ് എന്ന് കാണിക്കുന്നതിന് വേണ്ടി നമുക്ക് റിസർച്ചർ ID ക്രിയേറ്റ് ചെയ്ത് നമ്മുടെ പബ്ലിക്കേഷൻ എല്ലാം നമുക്ക് അതിലേക്ക് ആഡ് ചെയ്തിടാവുന്നതാണ്. അതുപോലെ നമ്മൾ റിസർച്ചർ ID ചെയ്തതിന് ശേഷം നമ്മൾ ഒരു ആർട്ടിക്കിൾ പബ്ലിഷ് ചെയ്യുമ്പോൾ നമ്മുടെ നെയിമിനൊപ്പം റിസർച്ചർ ID, സാധാരണഗതിയിൽ എല്ലാ ജേർണൽസും ഇപ്പോൾ ചോദിക്കാറുണ്ട്, നമ്മുടെ റിസർച്ച് ID കൂടെ നമ്മൾ അവർക്ക് നൽകേണ്ടതാണ്. റിസർച്ചർ ID രജിസ്റ്റർ ചെയ്യാൻ ഇവിടെ രജിസ്റ്റർ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നമ്മുടെ ഇമെയിൽ ID കൊടുക്കുക, അതുപോലെ പാസ്വേഡ് കൊടുക്കുക. ക്രിയേറ്റ് ചെയ്യണം, രജിസ്റ്റർ നൗ. ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, പ്രൈമറി ഇമെയിൽ. നെക്സ്റ്റ് പാസ്വേഡ് നൽകുക. ഇവിടെ നമ്മുടെ പ്രൊഫൈല് പബ്ലിക് ആയിരിക്കണമോ അതെയോ പബ്ലിക് ആയിരിക്കണമോ എന്നുള്ളതാണ് ഇവിടെ ചോദിക്കുന്നത്. സാധാരണ നമ്മുടെ പബ്ലിക് ആയിട്ട് തന്നെ കൊടുക്കുക. എഗ്രി ചെയ്യുക, രജിസ്റ്റർ. ഇവിടെ ഓർക്കിഡ് ID ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. നമ്മുടെ ഓർക്കിഡ് ID എന്ന് പറയുന്നത് ഇവിടെ 000 തൊട്ട് ഈ വരുന്ന ഭാഗമാണ് നമ്മളുടെ ഓർക്കിഡ് ID. അതുപോലെ ഇവിടെ ഉള്ള മറ്റ് ഓപ്ഷൻസ്, നമ്മുടെ എംപ്ലോയ്മെന്റ് ഓപ്ഷൻ, നമ്മുടെ ജോലി സംബന്ധമായ വിവരങ്ങൾ കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ആഡ് എംപ്ലോയ്മെന്റ് കൊടുക്കുക, നമ്മുടെ ഡീറ്റെയിൽസ് കൊടുക്കുക. അതുപോലെ ഇവിടെ എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇമെയിലിൽ ഒരു മെയിൽ വന്നിട്ട് കാണും, ഓർക്കിഡിൽ നിന്നൊരു മെയിൽ വന്നിട്ട് കാണും. അത് കൺഫേം ചെയ്ത് കഴിയുമ്പോൾ തൊട്ട് നമുക്കിവിടെ എഡിറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസ് കൊടുക്കാം, ഇൻവൈറ്റഡ് പൊസിഷൻസ് ആൻഡ് ഡെസ്റ്റിനേഷൻ, അങ്ങനെയുള്ള നമ്മുടെ ഫണ്ടിങ്, നമുക്ക് കിട്ടിയിരിക്കുന്ന ഫണ്ടിങ്, ഇങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ കൊടുക്കാം. അതുപോലെ ഞാൻ പേരിന്റെ കാര്യം പറഞ്ഞു. നമ്മൾക്ക് പല പബ്ലിക്കേഷനിൽ പല പേരിലാണ് നമ്മുടെ പബ്ലിഷ് ചെയ്ത് വന്നിരിക്കുന്നതെങ്കിൽ ഓൾസോ നോണാസ് എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ നമുക്ക് ഒന്നിൽ കൂടുതൽ പേരുകൾ ഉണ്ടെങ്കിൽ, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഓൾസോ നോണാസ് എന്നുള്ള ഓപ്ഷനിൽ നമുക്കിവിടെ നമ്മുടെ പേര് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതുപോലെ നമുക്ക് ഏതെങ്കിലും വെബ്സൈറ്റ് ഉണ്ടെങ്കിൽ അത് കൊടുക്കാം. അതർ IDs, ഇപ്പം നമ്മുടെ വെബ് ഓഫ് സയൻസ് ID, സ്കോപ്പസ് ID, ഇങ്ങനെയുള്ള IDs ഒക്കെ നമുക്കിവിടെ ആഡ് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇങ്ങനെ ഈ രീതിയിൽ ഓർക്കിഡ് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം. അതുപോലെ നമ്മുടെ പബ്ലിക്കേഷൻ കൊടുക്കാനുള്ള ഓപ്ഷനാണ് വർക്ക്സ് എന്നുള്ള ഈ ഭാഗത്ത് കാണിക്കുന്ന പബ്ലിക്കേഷൻ കൊടുക്കാനുള്ള ഓപ്ഷനാണ്. നമുക്കിവിടെ സെർച്ച് ചെയ്ത് നമ്മുടെ ആർട്ടിക്കിൾസ് സെർച്ച് ചെയ്ത് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. DOA വഴി ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ബിബ്ടെക്സ് ഫോർമാറ്റ് വഴി ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ ആഡ് എൻട്രി മാനുവലി എന്ന ഓപ്ഷനും ഉണ്ട്. ഇവിടെ സെർച്ചിൽ ഇവിടെ ക്രോസ് റെഫ് മെറ്റഡാറ്റ സെർച്ച് ഉണ്ട്. നമ്മുടെ ആർട്ടിക്കിൾസ് ക്രോസ് റെഫിൽ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടുന്ന് സെർച്ച് ചെയ്ത് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്.
അതുപോലെ സ്കോപ്പസിൽ നമ്മുടെ പബ്ലിക്കേഷൻ വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ സ്കോപ്പസ് എൽസേവിയർ ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ സെർച്ച് ചെയ്ത് നമുക്ക് ഇമെയിൽ ഐ ഡി വെരിഫൈ ചെയ്താൽ മാത്രമേ നമുക്ക് ഇതിലേക്ക് ആക്സസ് കിട്ടത്തുള്ളൂ. നമ്മുടെ മെയിലിൽ വന്നിരിക്കുന്ന ഒരു ഓർക്കിഡിൽ നിന്ന് ഒരു ഇമെയിൽ വന്നിട്ട് കാണും. അത് നമ്മൾ കൺഫേം ചെയ്തതിന് ശേഷം ഇവിടെ എൽസേവിയർ പബ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ നമുക്കിവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ ആർട്ടിക്കിൾ സെർച്ച് ചെയ്ത് ഇതിലേക്ക് അപ്ലോഡ് ചെയ്യാവുന്നതാണ്. അതുപോലെ DOI വഴി അപ്ലോഡ് ചെയ്യാം. ഇമ്പോർട്ട് ടെക്സ്റ്റ്, ആഡ് എൻട്രി മാനുവലി. ഇപ്പം നമ്മുടെ പബ്ലിക്കേഷൻസ് സാധാരണ എല്ലാ പബ്ലിക്കേഷൻസും സ്കോപ്പസിൽ അല്ലെങ്കിൽ വെബ് ഓഫ് സയൻസിൽ കാണണമെന്നില്ല. അതുപോലെ ഗൂഗിൾ സ്കോളറിൽ ആഡ് ചെയ്ത് വന്ന് കാണണമെന്നില്ല. അങ്ങനെയുള്ള പബ്ലിക്കേഷൻസ് ഒക്കെ നമുക്ക് ആഡ് ചെയ്യാനുള്ള ഓപ്ഷനാണ് ആഡ് എൻട്രി മാനുവലി. അതുപോലെ DOI കാണണമെന്നില്ല. ഏതെങ്കിലും നേരത്തെയുള്ള പ്രിന്റ് ജേർണൽസിലൊക്കെ പബ്ലിഷ് ചെയ്ത് വന്നതാണെങ്കിൽ ചിലപ്പോൾ DOI കാണണമെന്നില്ല. അങ്ങനെയുള്ള ആർട്ടിക്കിൾസ് ഒക്കെ നമുക്ക് ആഡ് എൻട്രി മാനുവലി ഉപയോഗിച്ച് നമുക്കിവിടെ ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഓർക്കിഡ് ഐഡിയിൽ ഇത്രയും കാര്യങ്ങളാണുള്ളത്. അത് ഒന്ന് മനസ്സിലാക്കുക. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ഓർത്ത് വെക്കുക. ലാസ്റ്റ് സെഷനിൽ ചോദിക്കാവുന്നതാണ്. പിന്നീട് വരുന്നത് സ്കോളർ ഐ ഡി. സ്കോളർ ഐ ഡി ക്രിയേറ്റ് ചെയ്യുന്നതിന് ഗൂഗിൾ സ്കോളർ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ ജിമെയിൽ അക്കൗണ്ട് ഉപയോഗിച്ച് ലോഗിൻ ചെയ്യുക. ഇങ്ങനെ ലോഗിൻ ചെയ്തതിന് ശേഷം ഇവിടെ മൈ പ്രൊഫൈൽ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഒന്നിന്റെ ഡീറ്റെയിൽസ് നമ്മൾ കൊടുക്കണം. നമ്മുടെ അഫിലിയേഷൻ കൊടുക്കണം. മരിയൻ കോളേജ് കുട്ടിക്കാനം. ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് കൊടുക്കുക. അതുപോലെ ഹോം പേജ് എന്നൊരു ഓപ്ഷൻ ഇവിടെ ഉണ്ട്. അത് നിങ്ങൾ ഗൂഗിൾ സ്കോളർ ഐ ഡി ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ നമുക്ക് ഗൂഗിൾ സ്കോളറിൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പം നമ്മൾ ചെയ്യേണ്ടത് ഒന്ന് പ്ലാൻ ചെയ്യുക. പ്ലാൻ ചെയ്തതിന് ശേഷം നമ്മളുടെ ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഒഫീഷ്യൽ ഇമെയിൽ ഐ ഡി ഉപയോഗിച്ച് ഗൂഗിൾ സ്കോളറിൽ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ഗൂഗിൾ സ്കോളറിൽ ഇതിപ്പോ ഒരു സ്റ്റാഫിന്റെ ഐ ഡി ഉപയോഗിച്ച് ചെയ്തു എന്ന് പറഞ്ഞാൽ ഇപ്പൊ മരിയൻ കോളേജിന്റെ കേസിലാണ് mariancollege@mariancollege.org എന്ന് പറയുന്ന ഒരു ഒഫീഷ്യൽ ഇമെയിൽ ഐ ഡി ഉണ്ട്. അത് ഉപയോഗിച്ച് ഗൂഗിൾ സ്കോളറിൽ ഇതുപോലെ തന്നെ ഒരു ഐ ഡി ക്രിയേറ്റ് ചെയ്യും. ആ ഐ ഡിയുടെ ലിങ്ക് ആ പ്രൊഫൈലിന്റെ ലിങ്ക് ഇവിടെ നമ്മൾ ഹോം പേജ് ആയിട്ട് നൽകുന്നു. ഞാൻ അതിന്റെ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഇത് ഞങ്ങളുടെ കോളേജിലെ ഒരു സാറിന്റെ പ്രൊഫൈലാണ്. ഇവിടെ ഹോം പേജ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഈ ഹോം പേജ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ മരിയൻ കോളേജ് കുട്ടിക്കാനത്തിന്റെ ഗൂഗിൾ സ്കോളർ പ്രൊഫൈലിലേക്ക് പോവുകയാണ്. ഇത് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്രൊഫൈലാണ്. ഇതിൽ ഞങ്ങളുടെ കോളേജിലുള്ള എല്ലാ സ്റ്റാഫിന്റെയും പബ്ലിക്കേഷൻ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ എല്ലാ സ്റ്റാഫിന്റെയും പബ്ലിക്കേഷൻ കിട്ടിയിരിക്കുന്ന സൈറ്റേഷൻ, H-ഇൻഡെക്സ്, ഐറ്റൻ ഇൻഡെക്സ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇവിടെ ലിസ്റ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഇൻസ്റ്റിറ്റ്യൂഷന് വേണ്ടി ഒരു ഗൂഗിൾ സ്കോളറിൽ ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുക. അത് നിങ്ങളുടെ കോളേജിന്റെ ഒഫീഷ്യൽ ഇമെയിൽ ഐ ഡി ഉപയോഗിച്ച് ഒരു ഐ ഡി ക്രിയേറ്റ് ചെയ്യുക. അതിനുശേഷം പേഴ്സണൽ ഐ ഡി, ഫാക്കൽറ്റിയുടെ ഐ ഡി ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ ഈ ഹോം പേജ് എന്ന ഓപ്ഷനിൽ നിങ്ങളുടെ ഈ പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഐ ഡിയുടെ ഈ ലിങ്ക് അവിടെ പേസ്റ്റ് ചെയ്യുക. അപ്പോൾ എല്ലാ സ്റ്റാഫിന്റെയും പേജിൽ നിന്ന് ഹോം പേജിലേക്ക് പോകുമ്പോൾ നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂഷന്റെ മൊത്തത്തിലുള്ള പ്രൊഫൈൽ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂഷന്റെ മൊത്തത്തിലുള്ള H-ഇൻഡെക്സ്, ഐറ്റൻ ഇൻഡെക്സ് ഒക്കെ നിങ്ങൾക്ക് ഗൂഗിൾ സ്കോളറിൽ കിട്ടിയിരിക്കുന്ന സൈറ്റേഷന്റെ അടിസ്ഥാനത്തിൽ കാണുവാൻ സാധിക്കും. അപ്പോൾ ഇവിടെ ഹോം പേജ് ഈ ലിങ്ക് ഇവിടെ പേസ്റ്റ് ചെയ്യുന്നു.
നെക്സ്റ്റ്, ഇവിടെ നമ്മൾ പബ്ലിക്കേഷൻ എന്തെങ്കിലും ഇവിടെ ലിസ്റ്റ് ചെയ്ത് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ കാണിക്കുന്നതാണ്. ഇപ്പൊ ടിങ്കു ജോസഫ് എന്ന് പറയുന്ന ആളുടെ പേരിൽ പബ്ലിക്കേഷൻ ഒന്നുമില്ല. അങ്ങനെ വരുമ്പോൾ ഇവിടെ നെക്സ്റ്റ് ഓപ്ഷൻ ഇവിടെ എനേബിൾ അല്ല. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഏതെങ്കിലും ഒരു പബ്ലിക്കേഷൻ സെർച്ച് ചെയ്യുക, ഏതെങ്കിലും ഒരു പബ്ലിക്കേഷൻ ആഡ് ചെയ്യുക. സജി ജോസഫ് എന്ന് പറയുന്ന ആളുടെ പബ്ലിക്കേഷൻസ് ആഡ് ഇവിടെ സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ എനേബിൾ ആകും. അപ്പോൾ നെക്സ്റ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇവിടെ മേക്ക് മൈ പ്രൊഫൈൽ പബ്ലിക് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാവർക്കും കാണാവുന്ന രീതിയിൽ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്ത് വരും. അതല്ലെങ്കിൽ പ്രൈവറ്റ് ആയിട്ട് നമുക്ക് മറ്റുള്ളവർക്ക്, നമ്മളുടെ ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മളുടെ റിസർച്ച് ഔട്ട്പുട്ടുകൾ മറ്റുള്ളവരിൽ എങ്ങനെ എത്തിക്കാം എന്നതാണ് നമ്മൾ ഈ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് മേക്ക് മൈ പ്രൊഫൈൽ പബ്ലിക് കൊടുക്കുക. ഇങ്ങനെ വന്നു കഴിയുമ്പോൾ ഇവിടെ നമ്മൾ നമ്മുടേതല്ലാത്ത കുറച്ച് ആർട്ടിക്കിൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ വരും. അതിന് ഇതെല്ലാം സെലക്ട് ചെയ്തതിന് ശേഷം ഡിലീറ്റ് ചെയ്തേക്കുക. ഇപ്പോൾ നമ്മുടെ പ്രൊഫൈൽ ക്രിയേറ്റ് ആയി. ഇതിനുശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ ഇപ്പം എല്ലാവരുടെയും ആർട്ടിക്കിൾ ഗൂഗിൾ സ്കോളറിൽ ലിസ്റ്റ് ചെയ്ത് വന്നിട്ട് കാണണമെന്നില്ല. അങ്ങനെയുള്ളവര് ഇവിടെ നമ്മളുടെ ആർട്ടിക്കിൾസ് ആഡ് എൻട്രി മാനുവലി എന്ന ഓപ്ഷൻ ഉപയോഗിച്ച് ഇവിടെ നമുക്ക് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ജേണല്, കോൺഫറൻസ്, ചാപ്റ്റർ എന്താണോ നിങ്ങളുടെ പബ്ലിക്കേഷൻ അത് സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങളുടെ മറ്റ് ആർട്ടിക്കിളിൻ്റെ മറ്റ് ഡീറ്റെയിൽസ് കൊടുക്കുക, സേവ് ചെയ്യുക. അങ്ങനെ നിങ്ങൾക്ക് ഗൂഗിൾ സ്കോളറിൽ ലിസ്റ്റ് ചെയ്ത് വരാത്ത ആർട്ടിക്കിൾസ് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫൈലിലേക്ക് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോഴും നമ്മളുടെ ആർട്ടിക്കിളിൻ്റെ ജസ്റ്റ് ഒരു മെറ്റഡാറ്റ മാത്രമേ ഇവിടെ വരുന്നുള്ളൂ. പക്ഷെ നിങ്ങളുടെ ആർട്ടിക്കിളും മറ്റുള്ളവർ കാണുകയും അതിന്റെ PDF അവർക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ അബ്സ്ട്രാക്റ്റ് ഒക്കെ കാണാൻ സാധിച്ചു കഴിഞ്ഞാൽ മാത്രമേ അവരത് ആവശ്യപ്പെടുകയോ അല്ലെങ്കിൽ അവരത് ഉപയോഗിക്കുകയോ ഒക്കെ ചെയ്ത് നിങ്ങൾക്ക് സൈറ്റേഷൻ സ്കോളറിൽ ലിസ്റ്റ് ചെയ്ത് വരണം. അതിന് ഉള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് അടുത്ത ഭാഗത്ത് വരുന്നുണ്ട്. റിസർച്ച് ഗേറ്റ് academia.edu എന്ന് പറയുന്ന രണ്ട് പ്രൊഫൈൽ മാനേജ്മെന്റ് സിസ്റ്റം പറയാം. റിസർച്ച് ഗേറ്റിൽ മെമ്പർഷിപ്പ് എടുത്തതിന് ശേഷം അക്കൗണ്ട് ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മളുടെ പബ്ലിക്കേഷൻസ് നമുക്ക് അവിടെ നമ്മുടെ പബ്ലിക്കേഷൻസിന്റെ PDF നമുക്ക് അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അങ്ങനെ അപ്ലോഡ് ചെയ്ത് ഒരു 6 monthsനുള്ളിൽ നമ്മളുടെ നമ്മുടെ പബ്ലിക്കേഷൻ സ്കോളറിൽ ഓട്ടോമാറ്റിക്കലി ലിസ്റ്റ് ചെയ്യുന്നതാണ്. അതാണ് നമുക്ക് ഡയറക്റ്റ് സ്കോളറിൽ ഒരു പബ്ലിക്കേഷനും നമുക്ക് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. നമുക്ക് ജസ്റ്റ് അതിന്റെ മെറ്റഡാറ്റ മാത്രം കൊടുക്കാം, അല്ലെങ്കിൽ ഡീറ്റെയിൽസ് മാത്രം കൊടുക്കാം. പക്ഷെ അതിന്റെ മറ്റ് ഡീറ്റെയിൽസ് ആഡ് ചെയ്ത് വരണമെന്നുണ്ടെങ്കിലുള്ള ഒരു ഓപ്ഷൻ ഗൂഗിൾ റിസർച്ച് ഗേറ്റ് academia.edu എന്ന സൈറ്റുകളിൽ നമുക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് അവിടെ നമുക്ക് അപ്ലോഡ് ചെയ്യാം. ഈ രീതിയിലാണ് സ്കോളറിലേക്ക് ഓട്ടോമാറ്റിക്കലി വരാത്ത ആർട്ടിക്കിൾസ് നമുക്ക് എത്തിക്കാൻ സാധിക്കുന്നത്. ഏതെങ്കിലും പ്രിന്റ് പബ്ലിക്കേഷനിലൊക്കെ നേരത്തെ പബ്ലിഷ് ചെയ്ത ആർട്ടിക്കിൾസ് ഒക്കെ വരണമെന്നില്ല, സ്കോളറിൽ ഓട്ടോമാറ്റിക്കലി ലിസ്റ്റ് ചെയ്ത് വരണമെന്നില്ല. അപ്പൊ അങ്ങനെയുള്ള ആർട്ടിക്കിൾസ് നമുക്ക് ഈ രീതിയിൽ സ്കോളറിൽ എത്തിക്കാവുന്നതാണ്. അപ്പോൾ സ്കോളറുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഏകദേശം പറഞ്ഞെന്ന് കരുതുന്നു. ഇനി എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കുറിച്ച് വെച്ചതിന് ശേഷം അവസാനം ചോദിക്കാവുന്നതാണ്. ഇനി അടുത്തതായി വരുന്നത് റിസർച്ച് ഗേറ്റ്. ജോയിൻ ഫോർ ഫ്രീ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇവിടെ അക്കാഡമിക് ഓർ സ്റ്റുഡന്റ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇൻസ്റ്റിറ്റ്യൂഷൻ മരിയൻ കോളേജ് കുട്ടിക്കാനം. ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇമെയിൽ ID. അതുപോലെ ഒരു കാര്യം,
എല്ലാ പ്രൊഫൈൽ മാനേജ്മെന്റ് സിസ്റ്റവും അവർ പ്രിഫർ ചെയ്യുന്നത് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇമെയിൽ ഐ ഡി ആണ്. ഗൂഗിളിന്റെ ജി സൂട്ട് വഴി നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇമെയിൽ ഐ ഡി ആണ് എല്ലാ പ്രൊഫൈൽ മാനേജ്മെന്റ് സിസ്റ്റവും പ്രിഫർ ചെയ്യുന്നത്. അപ്പം ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇമെയിൽ ഐ ഡി ഇല്ലാത്തവർ കോളേജുമായിട്ട് ബന്ധപ്പെട്ട് ജി സൂട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇമെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്യുക. ഇവിടെ നമ്മൾ നമ്മുടെ പേരുമായിട്ട് സാമ്യമുള്ള ആർട്ടിക്കിൾസ് ഒക്കെ ഇവിടെ ലിസ്റ്റ് ചെയ്ത് വരും. നമ്മളുടെ ആർട്ടിക്കിൾ ആണെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്യാം, അതല്ലെങ്കിൽ നമ്മളുടെ അല്ലെങ്കിൽ ദിസ് ഈസ് നോട്ട് മീ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. കണ്ടിന്യൂ. ഇവിടെ നമ്മളുടെ ഏരിയ സെലക്ട് ചെയ്യുക. നിങ്ങളുടെ ഏരിയ ഏതാണോ അത് സെലക്ട് ചെയ്യുക. കണ്ടിന്യൂ. ഇവിടെ ഒരു ഫോട്ടോ നമ്മൾ അപ്ലോഡ് ചെയ്യണം, അതല്ലെങ്കിൽ വെബ് ക്യാം ഉപയോഗിച്ച് ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്താലേ നമുക്ക് നെക്സ്റ്റ് ഓപ്ഷനിലേക്ക് പോകാൻ ഇവിടെ കംപ്ലീറ്റ് ആക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു ഫോട്ടോ ഏതെങ്കിലും സെലക്ട് ചെയ്യുക. ഫോട്ടോ സെലക്ട് ചെയ്തതിന് ശേഷം കംപ്ലീറ്റ് സൈൻ അപ്പ്. നിങ്ങളുടെ ഇമെയിൽ ഐ ഡിയിലേക്ക് ഒരു കൺഫർമേഷൻ മെയിൽ വന്ന് കാണും, അത് ഓപ്പൺ ചെയ്യുക. ഇപ്പോൾ റിസർച്ച് ഗേറ്റിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. ഇവിടെ ആഡ് ന്യൂ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നിങ്ങളുടെ മറ്റ് ഡീറ്റെയിൽസ്, നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ, മറ്റ് ഡീറ്റെയിൽസും ഒക്കെ നിങ്ങൾക്ക് ഇവിടെ കൊടുക്കാവുന്നതാണ്. അതുപോലെ ഇവിടെ ആഡ് ന്യൂ എന്ന ഓപ്ഷനിൽ ഇവിടെ നിങ്ങളുടെ റിസർച്ച് പബ്ലിക്കേഷൻസ് നിങ്ങൾക്ക് ഇവിടെ ആഡ് ചെയ്യാവുന്നതാണ്. പബ്ലിഷ്ഡ് റിസർച്ച്, ആർട്ടിക്കിൾസ്, ബുക്സ്, എക്സെട്ര, കോൺഫറൻസ് പേപ്പർ, പ്രസന്റേഷൻ, പോസ്റ്റർ, എന്താണോ നിങ്ങളുടെ ഇവിടെ ആഡ് ചെയ്യേണ്ടത്. ആർട്ടിക്കിൾ ആണ്, ആർട്ടിക്കിൾ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ ആർട്ടിക്കിളിന്റെ PDF ഇവിടെ അപ്ലോഡ് ചെയ്യുക. PDF അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോൾ അതിന്റെ അബ്സ്ട്രാക്റ്റും മറ്റ് ഡീറ്റെയിൽസും ഒക്കെ ചോദിക്കും. അതൊക്കെ ആഡ് ചെയ്തതിന് ശേഷം സേവ് ചെയ്യുക. ഇങ്ങനെ നിങ്ങളുടെ സ്കോളറിൽ ലിസ്റ്റ് ചെയ്ത് വരാത്ത ആർട്ടിക്കിൾസ് നിങ്ങൾക്ക് റിസർച്ച് ഗേറ്റിൽ അപ്ലോഡ് ചെയ്യാവുന്നതാണ്. അപ്ലോഡ് ചെയ്ത് 6 മന്തിനുള്ളിൽ തന്നെ സ്കോളറിലേക്ക് അത് ഓട്ടോമാറ്റിക്കലി ലിസ്റ്റ് ചെയ്ത് വരുന്നതാണ്. അതുപോലെ ഈ റിസർച്ച് ഗേറ്റ് നിങ്ങൾക്കൊരു പ്രൊഫൈൽ മാനേജ്മെന്റ് സിസ്റ്റമായിട്ട് ഉപയോഗിക്കാം. നിങ്ങളുടെ അക്കാഡമിക് പ്രൊഫൈൽസും എല്ലാം നിങ്ങൾക്ക് ഇവിടെ ആഡ് ചെയ്യാവുന്നതാണ്. അതുപോലെ അടുത്തതായി വരുന്നത് academia.edu. ഇതും റിസർച്ച് ഗേറ്റ് പോലെ തന്നെ സ്കോളേഴ്സിന്റെ ഒരു വെബ്സൈറ്റ് ആണ്. സോഷ്യൽ അക്കാഡമിക് നെറ്റ്വർക്ക് ആണ് ശരിക്കും പറഞ്ഞാൽ. ഇവിടെ ഇതിലുള്ള അക്കാഡമിക്സിന്റെ എണ്ണമൊക്കെ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ ഗൂഗിൾ ID ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇവിടെ ലോഗിൻ ചെയ്യാവുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫയൽ അപ്ലോഡ് ചെയ്യാവുന്നതാണ്. ഗൂഗിൾ ID ഉപയോഗിച്ച് നിങ്ങൾക്ക് ജസ്റ്റ് ലോഗിൻ ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ പബ്ലിക്കേഷന്റെ PDF നിങ്ങൾക്ക് ഇവിടെ അപ്ലോഡ് ചെയ്യാവുന്നതാണ്. അതോടൊപ്പം അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ അബ്സ്ട്രാക്റ്റ് ഒക്കെ ചോദിക്കും, മറ്റ് ഡീറ്റെയിൽസും ഒക്കെ കൊടുക്കുക.
അപ്ലോഡ് ചെയ്യുക. അങ്ങനെ നിങ്ങൾക്ക് ആ വഴിയും നിങ്ങൾക്ക് സ്കോളറിലേക്ക് നിങ്ങളുടെ ആർട്ടിക്കിൾസ് എത്തിക്കാവുന്നതാണ്. സാധാരണ സ്റ്റാൻഡേർഡ് ജേർണൽസിലൊക്കെ പബ്ലിഷ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ വിത്തിൻ മന്ത്സ് ഓപ്ഷൻ ഉപയോഗിച്ച്, ഒന്ന് റിസർച്ച് ഗേറ്റ്, രണ്ട് academia.edu, ഈ രണ്ട് സൈറ്റ് വഴി നിങ്ങൾക്ക് നിങ്ങളുടെ പബ്ലിക്കേഷൻ സ്കോളറിൽ എത്തിക്കാവുന്നതാണ്. നെക്സ്റ്റ് സ്കോപ്പസ് ID. സ്കോപ്പസ് ID നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ സ്കോപ്പസിൽ ഒരു പബ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ നമ്മളുടെ ഒരു ആർട്ടിക്കിൾ പബ്ലിഷ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ സ്കോപ്പസ് തന്നെ നമുക്ക് ID ക്രിയേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മളുടെ കോളേജിലെ ഫാക്കൽറ്റിയുടെ പേര് വെച്ച് നമുക്ക് സെർച്ച് ചെയ്ത് നോക്കാം. ഇപ്പോൾ അഫിലിയേഷൻ കൊടുക്കണമെന്നില്ല, നിങ്ങളുടെ ഫാക്കൽറ്റിയുടെ പേര് ഉപയോഗിച്ചിവിടെ സെർച്ച് ചെയ്യുക. ഇങ്ങനെ സെർച്ച് ചെയ്യുമ്പോൾ ഫാക്കൽറ്റിയുടെ പേര് ഇവിടെ ലിസ്റ്റ് ചെയ്യും. അജ്മൽ ജോർജ്, 2 ഡോക്യുമെന്റ്സ്, മരിയൻ കോളേജ് കുട്ടിക്കാനം. ഇവിടെ ഫാക്കൽറ്റിയുടെ നെയിമിൽ ക്ലിക്ക് ചെയ്യുക. ഇതാണ് ഇദ്ദേഹത്തിന്റെ സ്കോപ്പസിലുള്ള ഇൻഡിവിജ്വൽ പ്രൊഫൈൽ പേജ്. അജ്മൽ ജോർജ് എന്ന ഓതറുടെ പേജാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇവിടെ അദ്ദേഹത്തിന്റെ സ്കോപ്പസ് ID എന്ന് പറയുന്നത് ഈ ശേഷം വരുന്ന ഈ നമ്പേഴ്സ് ആണ് അജ്മൽ ജോർജിന്റെ സ്കോപ്പസ് ID. നമ്മൾ ഐഡികളെല്ലാം ഓരോന്നിനും ഐഡികളുണ്ട്. സ്കോളറിനാണെങ്കിൽ ID ഉണ്ട്. ആ ID ഒക്കെ എടുത്ത് നമ്മൾ അവസാനം നമ്മളുടെ വിദ്വാനിൽ നമ്മൾ ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് സ്കോളർ ID എന്താണെന്നൊന്ന് മനസ്സിലാക്കുക. സ്കോപ്പസ് ID എന്ന് പറയുന്നത് ഇവിടെ ഈ URL കാണിച്ചിരിക്കുന്ന ഈക്വൽ ടുവിന് ശേഷം വരുന്ന നമ്പേഴ്സ് ആണ് സ്കോപ്പസ് ID. ഇവിടെ അദ്ദേഹത്തിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ സ്കോപ്പസിൽ പ്രത്യേകിച്ച് ID ക്രിയേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. സ്കോപ്പസിൽ പബ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ അവർക്ക് ഓട്ടോമാറ്റിക്കലി സ്കോപ്പസ് തന്നെ ID ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ചെയ്യേണ്ട കാര്യം. നിങ്ങളുടെ ഫാക്കൽറ്റിയുടെ പേര് വെച്ച് സെർച്ച് ചെയ്യുക. അവരുടെ പബ്ലിക്കേഷൻസ് ഒക്കെ അവിടെ ആഡ് ചെയ്ത് വന്നിട്ടുണ്ടോ എന്നൊക്കെ ഒന്ന് നമ്മൾ നോക്കുക. അത്തരം കാര്യങ്ങൾ ലൈബ്രറിയൻ എന്ന നിലയിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. പിന്നീട് വരുന്നത് റിസർച്ചർ ID. റിസർച്ചർ ID എന്ന് പറയുന്നത് വെബ് ഓഫ് സയൻസിൽ പബ്ലിക്കേഷൻ ഉള്ളവർക്ക് ക്രിയേറ്റ് ചെയ്ത് കിട്ടുന്ന ID ആണ്. വെബ് ഓഫ് സയൻസിന്റെ ഓതേഴ്സ് ID ആണ് റിസർച്ചർ ID എന്ന പേരിൽ അറിയപ്പെടുന്നത്. അത് പബ്ലൂൺ എന്ന് പറയുന്ന സൈറ്റിൽ നിന്നാണ്, ക്ലാരിവേറ്റ് അനലിറ്റിക്സിന്റെ തന്നെ പബ്ലൂൺ എന്ന് പറയുന്ന സൈറ്റിൽ നിന്നാണ് നമുക്കത് ക്രിയേറ്റ് ചെയ്യാവുന്നത്. ഇവിടെ ഇതും വെബ് ഓഫ് സയൻസിൽ പബ്ലിക്കേഷൻ ഉള്ളവർ മാത്രം ക്രിയേറ്റ് ചെയ്താൽ മതി. ഇവിടെ രജിസ്റ്റർ എന്ന ഓപ്ഷൻ ഉണ്ട്. രജിസ്റ്റർ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മളുടെ ഇമെയിൽ ID കൊടുക്കുക, പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുക. ഇത് രജിസ്റ്റർ ചെയ്ത് കഴിയുമ്പോൾ അപ്പോൾ അവിടെ നമ്മളുടെ പേരുമായിട്ട് ബന്ധപ്പെട്ടുള്ള കണ്ടു, സ്കോളറിൽ നമ്മുടെ പേരുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഓതേഴ്സിന്റെ പബ്ലിക്കേഷൻ ഒക്കെ ലിസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞ പോലെ തന്നെ ഇവിടെ ID ക്രിയേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ പേരുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആർട്ടിക്കിളൊക്കെ ലിസ്റ്റ് ചെയ്യും. അതിൻ്റെ അകത്ത് നമ്മുടെ ആർട്ടിക്കിൾ നമുക്ക് സെലക്ട് ചെയ്ത് നെക്സ്റ്റ് ഓപ്ഷൻ കൊടുത്തു കഴിയുമ്പോൾ നമ്മളുടെ റിസർച്ചർ ID-യിലേക്ക് അത് ആഡായി വരുന്നതാണ്. അപ്പോൾ ഞാൻ ഒരു റിസർച്ചർ ID കാണിക്കാം. ഇത് ജാസ്മുദ്ദീന്റെ വെബ് ഓഫ് സയൻസിലെ പേജാണ്. അദ്ദേഹത്തിന്റെ പബ്ലിക്കേഷൻ ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന് കിട്ടിയ സൈറ്റേഷൻ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞ രീതിയിൽ പബ്ലൂണിൽ വരിക, അവിടെ രജിസ്റ്റർ ചെയ്യുക. രജിസ്റ്റർ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ പേരുമായിട്ട് ബന്ധപ്പെട്ടുള്ള പബ്ലിക്കേഷൻ കാണിക്കും. നിങ്ങളുടെ പബ്ലിക്കേഷൻ ഏതാണോ സെലക്ട് ചെയ്യുക.
നെക്സ്റ്റ് ഓപ്ഷൻ കൊടുത്തു കഴിയുമ്പോൾ ഈ പേജിലേക്ക് വന്ന് നിൽക്കുന്നതാണ്. ഇവിടെ അദ്ദേഹത്തിന്റെ റിസർച്ചർ ഐ ഡി ഇവിടെ കാണിച്ചിട്ടുണ്ട്. D1205-2014 എന്ന് പറയുന്ന ആണ് അദ്ദേഹത്തിന്റെ റിസർച്ചർ ഐ ഡി. അദ്ദേഹത്തിന്റെ സ്കോപ്പസിലുള്ള എച്ച് ഇൻഡെക്സ് കാണിച്ചിട്ടുണ്ട്. സ്കോപ്പസ് അതുപോലെ തന്നെ ഓരോരുത്തരുടെ സ്കോപ്പസിൽ ഉള്ള എച്ച് ഇൻഡെക്സ്, വെബ് ഓഫ് സയൻസിലുള്ള എച്ച് ഇൻഡെക്സ്, സ്കോളറിലുള്ള എച്ച് ഇൻഡെക്സ് ഇതൊക്കെ പലപ്പോഴും പലതായിരിക്കും. കാരണം ഓരോ സ്കോളറിൽ എച്ച് ഇൻഡെക്സ് ആൾക്കാർക്ക് കൂടുതൽ കിട്ടാനുള്ള സാധ്യതയുണ്ട്. കാരണം കൂടുതൽ ആർട്ടിക്കിൾ സ്കോളറിൽ ലിസ്റ്റ് ചെയ്ത് വരുന്നതുകൊണ്ട് സ്കോളറിൽ സൈറ്റേഷൻ കൂടുതൽ കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ സ്കോളറിൽ ഒരു എച്ച് ഇൻഡെക്സ് കിട്ടുക എന്നതുകൊണ്ട് ഒരു സൈറ്റേഷൻ കിട്ടുക എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് നമ്മളൊരു ആർട്ടിക്കിൾ പബ്ലിഷ് ചെയ്തതിന് ശേഷം അത് സ്കോളറിൽ ലിസ്റ്റ് ചെയ്ത് വരുന്നു. ലിസ്റ്റ് ചെയ്ത് വന്നതിന് ശേഷം ആ ആർട്ടിക്കിൾ റെഫർ ചെയ്തതിന് ശേഷം മറ്റൊരാൾ ഒരു ആർട്ടിക്കിൾ എഴുതി അത് സ്കോളറിൽ ലിസ്റ്റ് ചെയ്ത് വരുമ്പോഴാണ് നമുക്ക് ഒരു സൈറ്റേഷൻ കിട്ടുന്നത്. എന്ന് പറഞ്ഞതുപോലെ വെബ് ഓഫ് സയൻസിൽ നമ്മളൊരു ആർട്ടിക്കിൾ പബ്ലിഷ് ചെയ്ത് ആ ആർട്ടിക്കിൾ റെഫർ ചെയ്തതിന് ശേഷം അയാളുടെ ആർട്ടിക്കിളിൽ സൈറ്റ് ചെയ്ത് മറ്റൊരാളുടെ ആർട്ടിക്കിൾ വെബ് ഓഫ് സയൻസിൽ തന്നെ ലിസ്റ്റ് ചെയ്ത് വരുമ്പോഴാണ് നമുക്ക് വെബ് ഓഫ് സയൻസിൽ ഒരു സൈറ്റേഷൻ കിട്ടുന്നത്. സ്കോളറിൽ സൈറ്റേഷൻ കിട്ടാൻ നമുക്ക് കൂടുതൽ എളുപ്പമുണ്ട്. വെബ് ഓഫ് സയൻസിൽ സൈറ്റേഷൻ കിട്ടണേ വെബ് ഓഫ് സയൻസിൽ നമ്മുടെ പബ്ലിക്കേഷൻ വരണം. നമ്മുടെ പബ്ലിക്കേഷൻ റെഫർ ചെയ്തതിന് ശേഷം നമ്മളെ സൈറ്റ് ചെയ്ത് വേറൊരാൾ ആർട്ടിക്കിൾ എഴുതി അയാളുടെ ആർട്ടിക്കിൾ വെബ് ഓഫ് സയൻസിൽ തന്നെ പബ്ലിഷ് ചെയ്ത് വരുമ്പോഴാണ് നമുക്ക് വെബ് ഓഫ് സയൻസിൽ ഒരു സൈറ്റേഷൻ കിട്ടുന്നത്. അപ്പോൾ ആ രീതിയിൽ സൈറ്റേഷൻ പല പ്രൊഫൈലുകളിലും കാണിക്കുന്ന അല്ലെങ്കിൽ അബ്സ്ട്രാക്റ്റും ഡേറ്റാബേസുകളിലൊക്കെ കാണിക്കുന്ന സൈറ്റേഷൻ പലതാകാനുള്ള കാരണം അതാണ്. അപ്പോൾ റിസർച്ചർ ഐ ഡിയെ കുറിച്ച് എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. നെക്സ്റ്റ് മൈക്രോസോഫ്റ്റ് അക്കാഡമിക് ഐ ഡി. മൈക്രോസോഫ്റ്റ് അക്കാഡമിക് ഗൂഗിൾ സ്കോളർ തന്നെ ഒരു ഇൻഡെക്സിങ് ആൻഡ് അബ്സ്ട്രാക്റ്റിംഗ് ഡേറ്റാബേസ് ആണ്. അവിടെ നമ്മൾക്ക് നമ്മളുടെ പബ്ലിക്കേഷൻ സെർച്ച് ചെയ്യാം. നമുക്ക് ഈ പറഞ്ഞ പോലെ സ്കോളറിലൊക്കെ ഐ ഡി ഉണ്ടാക്കിയിരിക്കുന്ന പോലെ തന്നെ നമുക്ക് ഇവിടെ ഐ ഡി ഉണ്ടാക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമ്മളുടെ പേര് സെർച്ച് ചെയ്ത് നോക്കുക. പേര് സെർച്ച് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ നമ്മുടെ ആർട്ടിക്കിൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പം ജാസിമുദ്ദീൻ എന്ന പേര് സെർച്ച് ചെയ്തു. അദ്ദേഹത്തിന്റെ ആർട്ടിക്കിൾ ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. 6 ആർട്ടിക്കിൾ ഇവിടെ ലിസ്റ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിന് കിട്ടിയിരിക്കുന്ന സൈറ്റേഷൻസ് ഒക്കെ നമുക്കിവിടെ കാണാവുന്നതാണ്. ഈ പറഞ്ഞ പോലെ ഗൂഗിൾ സ്കോളറിൽ കിട്ടിയിരിക്കുന്ന സൈറ്റേഷൻ ആയിരിക്കണമെന്ന് ഇല്ല. ഈ പറഞ്ഞ മൈക്രോസോഫ്റ്റ് അക്കാഡമിക് കിട്ടിയിരിക്കുന്ന സൈറ്റേഷൻ അത് നമ്മളുടെ ആർട്ടിക്കിൾ മൈക്രോസോഫ്റ്റ് അക്കാഡമിക്സിൽ ലിസ്റ്റ് ചെയ്ത് വന്നതിന് ശേഷം ആരെങ്കിലും നമ്മുടെ ആർട്ടിക്കിൾ സൈറ്റ് ചെയ്ത് അവരുടെ ആർട്ടിക്കിൾ മൈക്രോസോഫ്റ്റ് അക്കാഡമിയിൽ ലിസ്റ്റ് ചെയ്ത് വരുമ്പോഴാണ് ഇവിടെ നമുക്കൊരു സൈറ്റേഷൻ കിട്ടുന്നത്. ഇദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്ന സൈറ്റേഷൻ ഒക്കെ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നിങ്ങളുടെ ഗൂഗിൾ ഐ ഡി ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇവിടെ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഇപ്പം ജാസ്മിന് പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ഗൂഗിൾ ഐ ഡി ഉപയോഗിച്ച് ഇവിടെ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഇപ്പം നമ്മുടെ ഗൂഗിൾ സ്കോളറിലൊക്കെ കാണിക്കുന്ന പോലെ തന്നെ ഇത് അദ്ദേഹത്തിന്റെ പ്രൊഫൈലാണ്. ഇവിടെ അദ്ദേഹത്തിന്റെ സൈറ്റേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഗ്രാഫിക്സ്, എച്ച് ഇൻഡെക്സ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പബ്ലിക്കേഷൻസ് എല്ലാം ഇവിടെ ലിസ്റ്റ് ചെയ്യും. ഇവിടെ അദ്ദേഹത്തിന്റെ മൈക്രോസോഫ്റ്റ് ഐ ഡി ഇവിടെ ലിസ്റ്റ് കാണിച്ചിരിക്കുന്നത് നമ്മുടെ URL ജാസിമുദ്ദീൻ ആൻഡ് QE കഴിഞ്ഞ് ഒരു ഈക്വൽ ടുവിന് ശേഷം നെക്സ്റ്റ് ഈക്വൽ ടു വരെ ഉള്ളതാണ് അദ്ദേഹത്തിന്റെ മൈക്രോസോഫ്റ്റ് ഐ ഡി. മൈക്രോസോഫ്റ്റ് അക്കാഡമിക് സെർച്ചിൽ നമുക്ക് ഐ ഡി ക്രിയേറ്റ് ചെയ്യാം. നമ്മുടെ പബ്ലിക്കേഷൻസ് ഒക്കെ അതിൽ ആഡ് ചെയ്തിടാം. നെക്സ്റ്റ്
ഇവിടെ നമുക്ക് രജിസ്റ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ താഴെ ഇതിൻ്റെ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ആൾക്കാരുടെ പ്രൊഫൈലൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒരെണ്ണം കാണിക്കാം. അപ്പം നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കുക, നമ്മുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസ്, മറ്റ് നമ്മുടെ പ്രൊഫൈലുകളൊക്കെ നമുക്ക് നമ്മുടെ ഐഡികളൊക്കെ ഇവിടെ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമ്മുടെ ഏരിയ ഓഫ് ഇൻട്രസ്റ്റ്, നമ്മുടെ പബ്ലിക്കേഷൻസ് ഇവിടെ ആഡ് ചെയ്യാം. ലോഗിൻ ചെയ്തതിന് ശേഷം ഇവിടെ പബ്ലിക്കേഷൻ ആഡ് ചെയ്യാം. അങ്ങനെ livedna.net നമ്മളുടെ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്ക് ഉണ്ട്. ഇവിടെ രജിസ്റ്റർ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടുത്തെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കുക. ഇവിടെ നമ്മുടെ ഓൺലൈൻ ഐഡന്റിറ്റീസ് കൊടുക്കാനുള്ള ഓർക്കിഡ് ഐ ഡി കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. സ്കോപ്പസ് ഐ ഡി കൊടുക്കാം, റിസർച്ചർ ഐ ഡി കൊടുക്കാം, ലിങ്ക്ഡിൻ ഐ ഡി കൊടുക്കാം. ഇങ്ങനെയുള്ള നമ്മുടെ ഐഡികളൊക്കെ കൊടുത്തതിന് ശേഷം ഇവിടെ ക്രിയേറ്റ് ചെയ്യുക. ഇങ്ങനെ ചെയ്യാവുന്ന ഐഡികളൊക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് നമ്മളുടെ ആർട്ടിക്കിൾസ് എങ്ങനെയും മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്നതാണ് നമ്മൾ ഇതുകൊണ്ട് ശ്രമിക്കേണ്ടത്. എങ്കിൽ മാത്രമേ നമ്മളുടെ ആർട്ടിക്കിൾ കൂടുതൽ ആൾക്കാർ റെഫർ ചെയ്യുകയും നമുക്ക് സൈറ്റേഷൻ കിട്ടാനൊക്കെയുള്ള സാധ്യത വർദ്ധിക്കുകയുള്ളൂ. അപ്പം എത്രയൊക്കെ ഐഡിയകൾ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുമോ അവിടെയൊക്കെ നമ്മുടെ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുക. നമ്മുടെ റിസർച്ച് ആക്ടിവിറ്റീസ് ഔട്ട്പുട്ട് നമ്മൾ അവിടെ ലിസ്റ്റ് ചെയ്യുക. പിന്നീട് വരുന്നത് വിദ്വാൻ. ഇവിടെ രജിസ്റ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. വിദ്വാൻ രജിസ്റ്റർ ചെയ്യുമ്പോൾ നമ്മൾ ലൈബ്രറിമാരൊക്കെ കുറെ ആൾക്കാരെങ്കിലും വിദ്വാനിൽ നോഡൽ ഓഫീസറായിട്ട് രജിസ്റ്റർ ചെയ്ത് കാണുമെന്ന് കരുതുന്നു. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ആദ്യം നമ്മൾ രജിസ്റ്റർ ആസ് നോഡൽ ഓഫീസറായിട്ട് നമ്മൾ രജിസ്റ്റർ ചെയ്യുക. അപ്പം നമ്മളുടെ പേഴ്സണൽ പ്രൊഫൈൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ടെങ്കിൽ നമ്മുടെ ലൈബ്രറിക്ക് ഒരു ഇമെയിൽ ഐ ഡി ഉണ്ടെങ്കിൽ ആ ഇമെയിൽ ഐ ഡി ഉപയോഗിച്ച് രജിസ്റ്റർ ചെയ്യുക. ഇതെല്ലാം നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇമെയിൽ ഐ ഡി ആണ് ഇവരെല്ലാം പ്രിഫർ ചെയ്യുന്നത്. അപ്പം ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇമെയിൽ ഐ ഡി ഇല്ലാത്തവർ അത് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഇപ്പം ലൈബ്രറിക്ക് ഒരു മെയിൽ ഐ ഡി ഉണ്ടാക്കുക. ലൈബ്രറിക്ക് ഒരു മെയിൽ ഐ ഡി ഉണ്ടാക്കിയതിന് ശേഷം ഇവിടെ ലൈബ്രറിയുടെ മെയിൽ ഐ ഡി ഉപയോഗിച്ച് നോഡൽ ഓഫീസറായിട്ട് നമ്മൾ രജിസ്റ്റർ ചെയ്യുക. നമ്മളുടെ എന്താണോ ഡീറ്റെയിൽസ് അത് കൊടുക്കുക. ഫുൾ നെയിം, ലാസ്റ്റ് നെയിം കൊടുക്കുക, ഇമെയിൽ അഡ്രസ്സ് കൊടുക്കുക. ഇമെയിൽ അഡ്രസ്സ് ഇപ്പോൾ ലൈബ്രറി, ഇപ്പം ഞാൻ ചെയ്തിരിക്കുന്നതാണെങ്കിൽ library@mariancollege.org. ഇവിടെ നെയിം കൊടുക്കേണ്ടത് നമ്മുടെ പേര് കൊടുക്കുക. അതിനുശേഷം ഇമെയിൽ ഐ ഡി, ലൈബ്രറിയുടെ ഇമെയിൽ ഐ ഡി കൊടുക്കുക, പാസ്വേഡ് കൊടുക്കുക, കോണ്ടാക്ട് നമ്പർ, നമ്മുടെ ഫോൺ നമ്പർ കൊടുക്കുക. സെലക്ട് ഓർഗനൈസേഷൻ, ഇവിടെ ഓർഗനൈസേഷൻ സെലക്ട് ചെയ്യുക. ഏതാണോ നിങ്ങളുടെ ഓർഗനൈസേഷൻ അത് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഡെസിഗ്നേഷൻ കൊടുക്കുക, ലൈബ്രറി എന്നുള്ള ഡെസിഗ്നേഷൻ കൊടുക്കുക. അതിനുശേഷം രജിസ്റ്റർ ചെയ്യുക. ഇവിടെ ആരെങ്കിലും നോക്കുമ്പോൾ ഇവിടെ നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇവിടെ ലിസ്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ ഇവിടെ താഴെ വിദ്വാന്റെ ഇമെയിൽ ഐ ഡി ഇവിടെ കൊടുത്തിട്ടുണ്ട്, vidwan@influnet.ac.in. ആ ഐ ഡിയിലേക്ക് നമ്മളുടെ കോളേജിന്റെ പേര് ലിസ്റ്റ് ചെയ്ത് വരുന്നില്ല, ഡ്രോപ്പ് ഡൗണിൽ വരുന്നില്ല എന്നുള്ളത് അവർക്ക് മെയിൽ ചെയ്യുകയാണെങ്കിൽ വിത്തിൻ അവർ അവരത് സെറ്റ് ചെയ്ത് തരുന്നതാണ്. അങ്ങനെ ആ രീതിയിൽ നോഡൽ ഓഫീസറായിട്ട് രജിസ്റ്റർ ചെയ്യുക. അതിനുശേഷം രജിസ്റ്റർ ആസ് എക്സ്പേർട്ട്, നമ്മൾ ഫാക്കൽറ്റികളെ കൊണ്ടെല്ലാം എക്സ്പേർട്ടായിട്ട് രജിസ്റ്റർ ചെയ്യിക്കുക. ഇവിടെ സാധാരണ ഫാക്കൽറ്റി ചെയ്യുമ്പോൾ ഇവിടെ ഗൂഗിൾ കണ്ടു കഴിയുമ്പോഴത്തേക്കും ഇവിടെ ഗൂഗിൾ സെലക്ട് ചെയ്ത് അങ്ങ് രജിസ്റ്റർ ചെയ്ത് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അവരോട് പ്രത്യേകം പറയുക ആ രീതി ചെയ്യരുത്. ആ രീതി ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷന്റെ അണ്ടറിൽ അത് വരത്തില്ല. അതുകൊണ്ട് ആ രീതിയിൽ ചെയ്യാതെ ഇവിടെ രജിസ്ട്രേഷൻ ഫോം തന്നെ ഉപയോഗിക്കുക. സെലക്ട് ടൈറ്റിൽ, ഫസ്റ്റ് നെയിം, ജോസ്ലിൻ ഡോൺ, ഡേറ്റ് ഓഫ് ബർത്ത്,
പാസ്വേഡ് നിങ്ങൾ ഓർത്തിരിക്കുന്ന ഒരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുക. ഇവിടെ ഓർഗനൈസേഷൻ സെലക്ട് ചെയ്യുക. ഡിപ്പാർട്ട്മെന്റ് സെലക്ട് ചെയ്യുക. ജോബിൻ സാറേ, ഒരു സംശയത്തിനിടയ്ക്ക് ചോദിച്ചോട്ടെ. ചോദിച്ചോളൂ. ഈ അധ്യാപകർ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇമെയിൽ ഐ ഡി തന്നെ ഉപയോഗിക്കണോ, അതോ അവർ പ്രിഫർ ചെയ്യുന്നത് എല്ലാം ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇമെയിൽ ഐ ഡി വെച്ച് ചെയ്യാനാണ് അവർ പറയുന്നത്. പിന്നെ ഈ പറഞ്ഞ ഗൂഗിൾ സ്കോളർ ആണെങ്കിലും മറ്റ് ഐഡികളാണെങ്കിലും നമുക്ക് നമ്മുടെ പേഴ്സണൽ ഐ ഡി ഉപയോഗിച്ച് ചെയ്യുന്നതിനും കുഴപ്പമില്ല. ഈ പറഞ്ഞ വിദ്വാൻ ആണെങ്കിലും പേഴ്സണൽ ഐ ഡി ഉപയോഗിച്ച് ചെയ്യാം. ഇൻസ്റ്റിറ്റ്യൂഷൻ സെലക്ട് ചെയ്യുന്ന കൃത്യമായി കഴിഞ്ഞാൽ നമ്മുടെ അണ്ടറിൽ വരും. എല്ലാ പ്രൊഫൈൽ മാനേജ്മെന്റ് സിസ്റ്റവും ഇൻസ്റ്റിറ്റ്യൂഷണൽ ഐ ഡി ആണ് പ്രിഫർ ചെയ്യുന്നത്. സെലക്ട് ഡെസിഗ്നേഷൻ. ഇവിടെ ലോഗിൻ ചെയ്യുക. ഇപ്പോൾ നമ്മുടെ ഓർക്കിഡ് ഐ ഡി ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. ഇങ്ങനെ നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ നോഡൽ ഓഫീസറായിട്ട് നമ്മൾ ഓൾറെഡി രജിസ്റ്റർ ചെയ്തിട്ട് കാണും. അപ്പോൾ നമ്മൾ നോഡൽ ഓഫീസറായിട്ട് ലോഗിൻ ചെയ്ത് നോക്കുക. നമ്മുടെ സ്റ്റാഫിനെ കൊണ്ട് എല്ലാവരെ കൊണ്ടും ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ലോഗിൻ ആസ് നോഡൽ ഓഫീസർ. അപ്പൊ നമ്മൾ നോഡൽ ഓഫീസറായിട്ട് നമ്മൾ ലോഗിൻ ചെയ്യുമ്പോൾ ഇവിടെ കാണുക, ഇവിടെ ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ആള് ഇവിടെ അവരുടെ ഡീറ്റെയിൽസ് ഇവിടെ വന്നിട്ടുണ്ട്. നമ്മൾ ഇവിടുന്ന് ആക്ടിവേറ്റ് ചെയ്താൽ മാത്രമേ അവരെ നമ്മളുടെ ഇതിലേക്ക് ഉൾക്കൊള്ളിക്കാൻ സാധിക്കുകയുള്ളൂ. ഇവിടെ ആക്ടിവേറ്റ് ഓപ്ഷൻ ഉണ്ട്. സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ ആക്ടിവേറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മളുടെ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ്. അത് നമ്മളെ നോഡൽ ഓഫീസറായിട്ട് അവർ അപ്പോയിന്റ് ചെയ്ത് അല്ലെങ്കിൽ നമുക്ക് അതിനുള്ള പെർമിഷൻ തന്നു കഴിയുമ്പോൾ നമുക്ക് ഇതെല്ലാം എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ എല്ലാം അവർ തരുന്നുണ്ട്. വ്യൂ ചെയ്യാനുള്ള ഓപ്ഷൻ, അതുപോലെ എല്ലാവരുടെയും നമ്മളുടെ ഇൻസ്റ്റിറ്റ്യൂഷനിലുള്ള എല്ലാവരുടെയും പ്രൊഫൈല് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ നോഡൽ ഓഫീസർക്ക് തരുന്നുണ്ട്. അത് അവർ പറഞ്ഞത് ഈ ഫാക്കൽറ്റികൾ ചെയ്യുന്ന അത് മോണിറ്റർ ചെയ്യുകയും അത് ഉറപ്പുവരുത്തുകയും ചെയ്യേണ്ട ചുമതല നോഡൽ ഓഫീസർക്കാണ്. കാരണം അവരുടേതല്ലാത്ത പബ്ലിക്കേഷൻ ആഡ് ചെയ്യുകയോ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ചെക്ക് ചെയ്യണം. ഒരാള് ഒരു പ്രൊഫൈല് ക്രിയേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ ആക്ടിവേറ്റ് ചെയ്യുന്നതിന് ശേഷം മുമ്പ് നമുക്കിവിടെ വ്യൂ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അങ്ങനെ വ്യൂ അവരുടെ ഇമെയിൽ ഐ ഡിയിൽ അവരുടെ ഇമെയിലിൽ നിന്ന് കൺഫേം ചെയ്താൽ മാത്രമേ അത് ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പൊ അവരത് കൺഫേം ചെയ്ത് കഴിയുമ്പോൾ നമുക്കിവിടെ വ്യൂ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇപ്പൊ ഇത് ഇവിടെ നമ്മൾ ആക്ടിവേറ്റ് ചെയ്യേണ്ട ആളാണെങ്കിൽ നമ്മളിവിടെ ആക്ടിവേറ്റ് ചെയ്യുക. ഇപ്പൊ അതിനുശേഷം നമ്മുടെ ഓൾ എക്സ്പേർട്സ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മളുടെ കോളേജിൽ ചെയ്തിരിക്കുന്ന എല്ലാവരുടെയും ഡീറ്റെയിൽസ് നമുക്കിവിടെ കാണാവുന്നതാണ്. ഇവിടെ നമ്മൾക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ആരുടെയും ഏത് പ്രൊഫൈലും നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പം നമ്മളത് ഉറപ്പുവരുത്തണം അവർ ചെയ്തിരിക്കുന്ന കൃത്യമാണ്, അവരുടെ അക്കാഡമിക്സും അതുപോലെ പബ്ലിക്കേഷൻസും ഒക്കെ കറക്റ്റ് ആണെന്നുള്ള കാര്യം നമ്മൾ ഉറപ്പുവരുത്തിയതിനു ശേഷം നമ്മൾ ആക്ടിവേറ്റ് ചെയ്യുക. ഇവിടെ നമുക്ക് വ്യൂ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, അതുപോലെ തന്നെ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്കിതിലുള്ള എല്ലാ ഡീറ്റെയിൽസും നമുക്കിവിടെ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്കിവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ വിദ്വാനിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. അതിനുശേഷം നമ്മൾ നോഡൽ ഓഫീസർ ഫാക്കൽറ്റികളെ കൊണ്ട് വിദ്വാനിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യിക്കുക.
അതിനു മുമ്പ് നമ്മൾ നോഡൽ ഓഫീസറായിട്ട് നമ്മൾ രജിസ്റ്റർ ചെയ്തതിന് ശേഷം ഇവിടെ നമ്മുടെ വിദ്വാനിലേക്ക് നമ്മളൊരു ഇമെയിൽ അയക്കണം. നമ്മളെ നോഡൽ ഓഫീസറായിട്ട് നമ്മുടെ അക്കൗണ്ട് ആക്ടിവേറ്റ് ചെയ്ത് തരണമെന്നും പറഞ്ഞ് നമ്മൾ ഈ vidwan@inflipnet.ac.in ഒരു മെയിൽ അയക്കുക. നമ്മൾ തന്നെ അയച്ചാൽ മതി. നമ്മൾ ഏത് ഇമെയിൽ ID ഉപയോഗിച്ചാണോ നമ്മൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ആ ഇമെയിലിൽ നിന്ന് നമ്മളൊരു മെയിൽ അയക്കുക. അപ്പോൾ അവർ വിത്തിൻ ഡേ അവർ നമ്മളെ ആക്ടിവേറ്റ് ചെയ്ത് തരും. ആക്ടിവേറ്റ് തന്നതിന് ശേഷം നിങ്ങൾ ഫാക്കൽറ്റികളെ കൊണ്ട് നിങ്ങൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യിക്കുക. എല്ലാ ഫാക്കൽറ്റികളെ കൊണ്ടും വിദ്വാനിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നിങ്ങളത് ചെക്ക് ചെയ്തതിന് ശേഷം ആക്ടിവേറ്റ് ചെയ്യുക. ഒരു അക്കൗണ്ടും കൂടെ ചെയ്ത് അതിലെങ്ങനെയാണ് ഈ പറഞ്ഞ ഐഡികൾ ആഡ് ചെയ്യുന്നതെന്നും കൂടെ ഒന്ന് കാണിക്കാം. ജോബിൻ സാറേ, ഒരു സംശയം ചോദിച്ചോട്ടെ? ചോദിച്ചോളൂ. നമ്മൾ ഈ ഗൂഗിൾ ഷീറ്റിൽ എല്ലാവരുടെയും കൂടെ ക്രിയേറ്റ് ചെയ്തിട്ട് അതെങ്ങനെ അപ്ലോഡ് ചെയ്യാമെന്ന് പറഞ്ഞു തരാമോ? അവര് ഈ വിദ്വാനിൽ തന്നെ അത് മതിയോന്നല്ലേ ചോദിക്കുന്നത്? അതാകുമ്പോ കുറച്ചും കൂടെ എളുപ്പമാവത്തില്ലേ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് എളുപ്പമാണെന്ന് തോന്നുന്നതാണ്, പക്ഷെ അത് അത്ര എളുപ്പമല്ല. കാരണം എല്ലാവരും ഈ ഐഡിയ ഒക്കെ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ വിദ്വാനിലൊക്കെ സാധാരണ ഇപ്പൊ നമ്മളോടൊരു ഷീറ്റ് എല്ലാവർക്കും അയച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ എല്ലാവരും അവരുടെ മിനിമം ഡീറ്റെയിൽസ് എഴുതി ഇങ്ങോട്ട് വിടുകയുള്ളൂ. ഈ പറഞ്ഞ സ്കോളർ ഐഡിയോ അല്ലെങ്കിൽ വെബ് ഓഫ് സയൻസിലോ സ്കോപ്പസിലോ ഐഡി ഇതൊന്നും ആരും ക്രിയേറ്റ് ചെയ്യില്ല. സാധാരണ കണ്ടുവരുന്നത് എങ്ങനെയാണ്? അപ്പൊ നമ്മൾ എല്ലാവരെയും കൊണ്ട് ഈ വിദ്വാൻ ചെയ്യിപ്പിച്ച് ഇവർക്ക് ഈ പ്രൊഫൈലൊക്കെ കണ്ടു കഴിയുമ്പോൾ ഇത് ചെയ്യണമെന്നോ അല്ലെങ്കിൽ ഈ രീതിയിലാണെന്നൊക്കെ കാണുമ്പോൾ എല്ലാവരും ചെയ്യാനുള്ള ഒരു സാധ്യത കൂടും. ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇതേ നമ്മൾ ഈ ചെയ്യുന്നതും അതിന് ഒരേ രീതിയിൽ തന്നെയാണ്. കാരണം ഇവിടെ വന്നിരിക്കുന്ന ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് രണ്ട് രീതിയിലും ചെയ്യാം. ഇവിടെ ഈ പറഞ്ഞ ഡീറ്റെയിൽസ് എല്ലാം ചോദിച്ചിട്ടുണ്ട്. നമ്മൾ ഈ വിദ്വാനിൽ നമ്മൾ ഓരോരുത്തരെ കൊണ്ടും ചെയ്യിക്കുന്ന ഡീറ്റെയിൽസ് തന്നെയാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ഈ പറഞ്ഞ പോലെ വെബ് ഓഫ് സയൻസ് ID, സ്കോപ്സ് എല്ലാ ഇവിടെ ഇതുകൊണ്ട് ഇവിടെ ഈ സബ്ജക്ട് വെബ് ഓഫ് സയൻസ് സബ്ജക്ട് എന്നൊക്കെ പറഞ്ഞ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഓരോരുത്തരുടെയും ഇവിടെ നമുക്ക് വേറെ ഒന്നും ഷീറ്റും കൂടെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിന്റെ ഇതെല്ലാം സെലക്ട് ചെയ്ത് എടുത്ത് ഓരോന്നും കൊടുക്കണമെന്നുണ്ടെങ്കിൽ പാടാണ്. എല്ലാവരുടെയും ചെയ്യുമ്പോഴത്തേക്കും അവർക്കും പാടാണ്. മറ്റേതാണെങ്കിൽ നമുക്ക് അവിടുന്ന് ഡ്രോപ്പ് ഡൗൺ മെനു ഉണ്ട്. ജസ്റ്റ് നമ്മുടെ ടോപ്പിക് ഏരിയ ഏതാണെന്നുള്ള അവിടുന്ന് തന്നെ സെലക്ട് ചെയ്ത് കൊടുക്കാനൊക്കെ എളുപ്പമുണ്ട്. അതുകൊണ്ടാണ് ഇതാണ് ഇച്ചിരി കൂടെ ഞാൻ ആദ്യം ഈ ഷീറ്റ് ഷെയർ ചെയ്ത് ചെയ്യാമെന്നാണ് കരുതിയത്. അത് കഴിഞ്ഞ് ഇതിൻ്റെ പല കാര്യങ്ങളൊക്കെ നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാവരെ കൊണ്ടും ചെയ്യിക്കുന്നതാണ് നമുക്ക് പെട്ടെന്ന് ഈ സാധനം ഒന്ന് ചെയ്തെടുക്കാൻ എളുപ്പം എന്നുള്ളത് കൊണ്ട് ഇതിപ്പോ ആരും ഈ ഓർക്കിഡ് ഐഡി ഒന്നും ക്രിയേറ്റ് ചെയ്യുകയില്ല, ആരും ഇതിവിടെ ഒന്നും ആഡ് ചെയ്യുകയില്ല. അതുകൊണ്ട് അങ്ങനെ ആകാനാണ് സാധ്യത കൂടുതൽ കണ്ടുവന്നത്. അതുകൊണ്ടാണ് ഓരോരുത്തരെ കൊണ്ടും ഈ ID ക്രിയേറ്റ് ചെയ്യിച്ച് അവിടെ തന്നെ ഓരോന്നും ആഡ് ചെയ്ത് തരുവാണെങ്കിൽ ഇപ്പൊ ഈ കാണിച്ചിരിക്കുന്ന സെയിം സാധനം നമുക്ക് ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്യാം. ഇപ്പം ഞാൻ നോഡൽ ഓഫീസറായിട്ട് രജിസ്റ്റർ ചെയ്ത് കാണിച്ചു തരാം. ഇപ്പൊ നമ്മൾ അവിടെ ചെയ്തിരിക്കുന്ന അതേ ഇവിടുന്ന് നമുക്ക് എക്സ്പോർട്ട് പ്രൊഫൈല് സെയിം ഷീറ്റാണ്. സെയിം ഷീറ്റാണ് നമുക്ക് ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്ത് കിട്ടുന്നത്. അപ്പോൾ കുറച്ചും കൂടെ ആൾക്കാർ ചെയ്യാൻ എളുപ്പം ഓരോരുത്തരെ കൊണ്ടും ID ക്രിയേറ്റ് ചെയ്യിക്കുന്നതാണ്. അല്ലെങ്കിൽ എല്ലാവരും ഈ കറക്റ്റ് ഡീറ്റെയിൽസ് ഒന്നും മുഴുവൻ കൊടുക്കണമെന്നില്ല. നമ്മൾ ഈ പ്രൊഫൈലായിട്ട് ക്രിയേറ്റ് ചെയ്യിച്ചാലും നമ്മൾ പ്രൊഫൈലായിട്ട് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ IRINS നമ്മൾ റിക്വസ്റ്റ് അയക്കും. നമുക്ക് ഇൻസ്റ്റിറ്റ്യൂഷൻ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്ത് തരണമെന്ന് പറഞ്ഞ് നമ്മൾ റിക്വസ്റ്റ് അയക്കുമ്പോൾ അവര് നമ്മൾ ചെയ്തിരിക്കുന്ന ഈ സാധനം നമുക്ക് എടുത്ത് ഇങ്ങോട്ട് തിരിച്ചയക്കുമ്പോൾ ഇതിൻ്റെ അകത്ത് ഏതെങ്കിലും ഡീറ്റെയിൽസ് വന്നിട്ടില്ലെങ്കിൽ അതെല്ലാം അവരൊരു മഞ്ഞ കളറാക്കിയിട്ട് ഇതെല്ലാം ഫില്ല് ചെയ്യണം. മുഴുവൻ ഡീറ്റെയിൽസും ഫില്ല് ചെയ്ത് നമ്മൾ കൊടുക്കണം. ഇതിനകത്ത് ഒരൊറ്റ ഡീറ്റെയിൽസ് പോലും ഇല്ലാതെ മുഴുവൻ ഡീറ്റെയിൽസും ഫില്ല് ചെയ്ത് കൊടുക്കണം. അങ്ങനെ വന്നാൽ മാത്രമേ അവരത് ചെയ്യത്തുള്ളൂ. അപ്പം വിദ്വാനിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് ചെയ്യിക്കുന്നതാണ് ഇച്ചിരി കൂടെ എളുപ്പം എന്നാണ് എൻ്റെ ഒരു അനുഭവം. വേറൊരു കാര്യം കൂടെ സംശയം ചോദിച്ചോളൂ സാറേ. അപ്പൊ എല്ലാ ഫാക്കൽറ്റീസിനും എല്ലാ ഐഡിയും ക്രിയേറ്റ് ചെയ്യണം? എല്ലാ ഐഡിയും വേണമെന്നില്ല. അവർ കമ്പൽസറി പറയുന്നത് സ്കോളർ ID, ഓർക്കിഡ് ID, അതുപോലെ സ്കോപ്പസ് ID, ഇത് എത്രയാണ് അവർ കമ്പൽസറി പറയുന്നത്. പക്ഷേ സ്കോപ്പസ് ID എല്ലാവർക്കും കാണണമെന്ന് നിർബന്ധമില്ല. നമ്മുടെ ഇവിടെ ആണെങ്കിൽ
ഏതാണ്ട് 8-9 പേർക്ക് സ്കോപ്പസ് ഐ ഡി ഉണ്ടായിരുന്നുള്ളൂ. അപ്പം നമ്മളങ്ങനെ മെയിൽ ചെയ്തപ്പം നമ്മൾ തിരിച്ച് മെയിൽ ചെയ്തു, ഈ പറഞ്ഞ പോലെ നമ്മുടെ ഇവിടെ ഇത്ര പേർക്ക് സ്കോപ്പസ് ഐ ഡി ഉള്ളൂ, ബാക്കി കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഫില്ല് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞ് തിരിച്ചയച്ചു. അപ്പൊ അങ്ങനെയാണ് അവർ അക്സെപ്റ്റ് ചെയ്തത്. ഗസ്റ്റ് ഫാക്കൽറ്റീസിനെ എന്തോ ആഡ് ചെയ്യേണ്ടി വരും. ഗസ്റ്റിനെ ആഡ് ചെയ്യണമെന്നില്ല. നമ്മുടെ ഇവിടെ സെൽഫ് ഫിനാൻസിങ്ങിലും പെർമനന്റ് ആയിട്ടുള്ളവരെ നമുക്ക് ആഡ് ചെയ്യുന്നതിന് കുഴപ്പമില്ല. അപ്പൊ അതിന്റെ അകത്ത് ഇപ്പൊ ബിവോക്ക് പോലുള്ള കോഴ്സുകളിൽ ഇപ്പൊ വർക്ക് ചെയ്ത ടീച്ചേഴ്സിനെ ഒക്കെ ആഡ് ചെയ്യേണ്ടെന്നാണോ? ഏതാ? ഓൺലി സ്റ്റാഫിനെ മാത്രം മതിയോ? നമ്മുടെ കോളേജിലെ പെർമനന്റ് സ്റ്റാഫിനെ ആഡ് ചെയ്താൽ മതിയാവും. ഗസ്റ്റ് ലെക്ചറിനെ ആഡ് ചെയ്യണമെന്നില്ല. ഗസ്റ്റ് ആയിട്ട് വരുന്നവർ അവർ 6 മാസം അല്ലെ 1 വർഷം കഴിയുമ്പോൾ പോകുകയല്ലേ. അപ്പൊ ഈ ബിവോക്ക് പോലുള്ള കോഴ്സുകളുടെ ടീച്ചേഴ്സിനെ അവരൊന്നും ആഡ് ചെയ്യണ്ട. ഏതാ? സെൽഫ് ഫിനാൻസിങ് കോഴ്സുകളില്ലേ ബിവോക്ക്, അതുപോലുള്ള അതിൻ്റെ അകത്തൊക്കെ വർക്ക് ചെയ്യുന്ന ഫാക്കൽറ്റീസിനെ ആഡ് ചെയ്യണ്ട. അവര് കോളേജിൽ പെർമനന്റ് ആയിട്ട് അപ്പോയിന്റ് ചെയ്തതാണെങ്കിൽ ആഡ് ചെയ്യുക, അതല്ലെങ്കിൽ വേണ്ടെന്ന് വെക്കുക. നമ്മുടെ പെർമനന്റ് സ്റ്റാഫിനെ ആഡ് ചെയ്താൽ മതിയാവും. ഒരു ഐഡിയും കൂടെ ക്രിയേറ്റ് ചെയ്ത് കാണിക്കാം. സെന്റ് സ്റ്റീഫൻസ് ഉണ്ട്, ഇവിടെ ഉണ്ട്. ശരിയല്ലേ? ശരിയല്ലേ സാറേ? ഇവിടെ കോളേജ് സെലക്ട് ചെയ്യുക. ഡിപ്പാർട്ട്മെന്റ് നമ്മൾ കൊടുത്തിട്ടില്ലാത്തതുകൊണ്ട് ലൈബ്രറി. മന്ത് ഓഫ് ജോയിനിങ് എത്ര സാറേ? 1/8/2012. 8. ഡേറ്റ് ഓഫ് ബർത്ത് ഒന്ന് കൃത്യം പറഞ്ഞേക്കോ? 31/5/82. ഇവിടെ നിങ്ങളുടെ എക്സ്പെർട്ടൈസ് കൊടുക്കുക. നമ്മൾ ആ ഫോമിൽ കണ്ടപ്പോൾ നമ്മളവിടെ കുറെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. 2 ഫോം എക്സൽ ഷീറ്റിൽ വേറൊരു ഫോമിലായിട്ട് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്ന് സെലക്ട് ചെയ്ത് കൊടുക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. ഇതാണെങ്കിൽ എളുപ്പമുണ്ട്. നമ്മുടെ ഏതാണോ മേഖല അത് സെലക്ട് ചെയ്ത് കൊടുക്കാൻ. എളുപ്പമുണ്ട്. അവിടെ ആണെങ്കിൽ നമ്മൾ ഓരോന്നിന്റെയും കോഡൊക്കെ കണ്ടുപിടിച്ച് നമ്മൾ ഓരോന്നിന്റെയും ചെയ്യേണ്ടി വരും. അതിലും എളുപ്പം നമുക്ക് ഇവിടെ ചെയ്യാനാണ്. അപ്പം ഇവിടെ ഈ പറഞ്ഞ പോലെ എക്സ്പെർട്ടൈസ് കൊടുക്കുക, പേഴ്സണൽ ഇൻഫർമേഷൻ കൊടുക്കുക. ഇവിടെ മിനിമം ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എഡിറ്റ് ചെയ്ത് മറ്റ് ഡീറ്റെയിൽസ് കൊടുക്കാവുന്നതാണ്. കോൺടാക്ട് ഇൻഫർമേഷൻ, എക്സ്പീരിയൻസ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേറെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഇവിടെ അല്ലാണ്ട് ഇപ്പം ജാസ്മിൻ ക്വാളിഫിക്കേഷൻ ആഡ് ചെയ്യുക. നമ്മുടെ ഏതൊക്കെ ക്വാളിഫിക്കേഷൻ ഉണ്ടോ അത് ഓരോന്നോരോന്ന് ആഡ് ചെയ്യുക. പിന്നെ ഹോണേഴ്സ് ആൻഡ് അവാർഡ്സ്, നമുക്ക് എന്തെങ്കിലും അവാർഡ്സ് ഒക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ഡീറ്റെയിൽസ് ആഡ് ചെയ്യുക. അതുപോലെ നമ്മുടെ PhD തീസിസ് നമ്മൾ ഗൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് ആഡ് ചെയ്യാം. മെമ്പർഷിപ്പ് ഇൻ പ്രൊഫഷണൽ ബോഡീസ്, നമുക്ക് ഏതെങ്കിലും പ്രൊഫഷണൽ ബോഡീസിൽ മെമ്പർഷിപ്പ് ഉണ്ടെങ്കിൽ
അത് ആഡ് ചെയ്യുക. അതുപോലെ എന്തെങ്കിലും റിസർച്ച് പ്രോജക്റ്റ് നമുക്ക് ഫണ്ടിങ് ഒക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ, UGC ഫണ്ടിങ് പ്രോജക്റ്റ് ഒക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് ആഡ് ചെയ്യുക. പേറ്റന്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആഡ് ചെയ്യുക. അതുപോലെ പബ്ലിക്കേഷൻ ആഡ് ചെയ്യുക. ഇവിടെ പബ്ലിക്കേഷൻ ആഡ് ചെയ്യാൻ നമ്മൾ മറ്റ് സ്കോളറിലല്ല നമ്മുടെ ഓർക്കിഡിലൊക്കെ കണ്ട് നമുക്ക് പല ഓപ്ഷൻസ് അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. നമുക്ക് സെർച്ച് ചെയ്ത് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ഇവിടെ നമുക്ക് ഇമ്പോർട്ട് വിപ്ടെക്സ് ആഡ് മാനുവലി അതിന്റെ ഡീറ്റെയിൽസ് ആഡ് ചെയ്യുക. ഇവിടെ കൊടുത്തിരിക്കുന്ന ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യുക. വിപ്ടെക്സ് ഫോർമാറ്റിൽ ആഡ് ചെയ്യുന്നത് അറിയാവുന്ന കാര്യം ഒന്ന് കാണിക്കാം. അറിയായിരിക്കും, അറിയത്തില്ലാത്തവർക്ക് വേണ്ടി ജസ്റ്റ് ഒന്ന് കാണിക്കാം. ഇപ്പം ഗൂഗിൾ സ്കോളറിൽ നിന്ന് അല്ലെങ്കിൽ ക്രോസ് റെഫ് മെറ്റഡാറ്റ സെർച്ച് ചെയ്യാം, ക്രോസ് റെഫ് ചെയ്യുന്ന അല്ലെങ്കിൽ മൈക്രോസോഫ്റ്റ് അക്കാഡമി സെർച്ച്, ഇവിടെയൊക്കെ നമ്മൾ ആർട്ടിക്കിൾ സെർച്ച് ചെയ്തതിന് ശേഷം നമുക്ക് അവിടെ നിന്ന് വിപ്ടെക്സ് ഫോർമാറ്റിൽ നമ്മുടെ സൈറ്റേഷൻ നമുക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇപ്പോൾ ഗൂഗിൾ സ്കോളറിലാണെങ്കിൽ ജാസിമിന്റെ പ്രൊഫൈൽ, ഈ പ്രൊഫൈലിൽ നിന്ന് ഇവിടുന്ന് നമുക്ക് വിപ്ടെക്സ് ഓപ്ഷൻ എടുക്കാനുള്ള ഓപ്ഷൻ ഇല്ല. നമുക്ക് ചെയ്യാവുന്നത്, നമ്മൾ പേര് കൊടുത്ത് സെർച്ച് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ അത് ലിസ്റ്റ് ചെയ്യും. ഇവിടുന്ന് ഇവിടെ ഒരു സൈറ്റേഷന്റെ സിമ്പിൾ ഉണ്ട്, ആ സിമ്പിളിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ വിപ്ടെക്സ് എന്ന ഓപ്ഷൻ ഉണ്ട്, വിപ്ടെക്സ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ സേവ് പേജസ്, ഇവിടെ ഡെസ്ക്ടോപ്പിലേക്ക് സേവ് ചെയ്യുന്നു. അതിനുശേഷം നമ്മുടെ പ്രൊഫൈലിൽ നമുക്ക് ഇവിടെ ആഡ് ഇമ്പോർട്ട് വിപ്ടെക്സ് ഓപ്ഷനിൽ വന്നതിന് ശേഷം ഇമ്പോർട്ട് ഇവിടെ ബ്രൗസ് ചെയ്യുക. നമ്മുടെ സബ്മിറ്റ്. അപ്പോൾ അത് ആ ആർട്ടിക്കിൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഈ രീതിയിൽ നമുക്ക് ഇവിടെ ആഡ് മാനുവലി ഉപയോഗിച്ചും അതുപോലെ വിപ്ടെക്സ് ആയിട്ട് നമുക്കിവിടെ വിപ്ടെക്സ് ആയിട്ട് നമ്മുടെ സൈറ്റേഷൻ കൺവേർട്ട് ചെയ്തതിന് ശേഷം നമുക്കിവിടെ ആഡ് ചെയ്യാവുന്നതാണ്. അങ്ങനെ എല്ലാവരെയും കൊണ്ടും ആർട്ടിക്കിൾസ് ഒക്കെ ആഡ് ചെയ്യിക്കുക. അതിനുശേഷം നമുക്കിവിടെ അക്കാഡമിക് ഐഡന്റിറ്റി ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. നമ്മുടെ എക്സൽ ഫോർമാറ്റിലാണെങ്കിലും ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ ഡീറ്റെയിൽസും നമ്മൾ കൊടുക്കണം. അപ്പൊ നമ്മൾ ഇവിടെ അത് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ഇപ്പോൾ ഓർക്കിഡ് ഐഡി ആണെങ്കിൽ ഇവിടുന്ന് നമ്മുടെ ഓർക്കിഡ് അക്കൗണ്ടിലേക്ക് നമുക്ക് ഇവിടുന്ന് നമുക്ക് ഓർക്കിഡ് ഐ ഡി എടുക്കുക. ഈ പറഞ്ഞ orchid.org, അതിനുശേഷം ഒരു സ്ലാഷിന് ശേഷമുള്ള നമ്പേഴ്സാണ് നമ്മുടെ ഓർക്കിഡ് ഐ ഡി. അത് കോപ്പി ചെയ്ത് നമുക്ക് ഇവിടെ ഓർക്കിഡ് ഐ ഡി ഇവിടെ പേസ്റ്റ് ചെയ്യാം. അതുപോലെ സ്കോപ്പസ് ഐ ഡി, അതുപോലെ റിസർച്ചർ ഐ ഡി ലിങ്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഗൂഗിൾ സ്കോളർ ഐ ഡി, ഇവിടെ സ്കോളർ ഐ ഡി ശ്രദ്ധിക്കുക. ഇവിടെ യൂസർ ഈക്വൽ ടു എന്നതിന് ശേഷം വരുന്ന ഈ ഭാഗമാണ് നമ്മുടെ സ്കോളർ ഐ ഡി. ഈ ആൻഡ് എന്ന് പറയുന്ന സിമ്പിൾ വരെയുള്ള ഈക്വൽ ടുനും ആൻഡിനും ഇടയ്ക്ക് വരുന്ന
ഭാഗമാണ് നമ്മളുടെ സ്കോളർ ഐ ഡി. അത് കോപ്പി ചെയ്യുക. അപ്പോൾ ഇവിടെ സ്കോളർ ഐ ഡി ഇവിടുന്ന് നമ്മൾ എടുക്കുക. ഈ പറഞ്ഞ ഈക്വൽ ടുവിനും ആൻഡിനും ഇടയ്ക്കുള്ള ഈ ലെറ്റേഴ്സ് ആണ് സ്കോളർ ഐ ഡി എന്ന് പറയുന്നത്. അതെടുത്ത് വിദ്വാനിലൂടെ പേസ്റ്റ് ചെയ്യുക. അതുപോലെ മൈക്രോസോഫ്റ്റ് അക്കാഡമിക് സെർച്ചിൽ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞു. അവിടെയും ഈ പറഞ്ഞ പോലെ യൂസർ ഈക്വൽ ടു എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ, ഒരു ഭാഗം ഞാൻ മുമ്പ് കാണിച്ചായിരുന്നു. അവിടുന്ന് ഐ ഡി എടുത്ത് ഇവിടെ പേസ്റ്റ് ചെയ്യുക. അത്രയും ചെയ്തതിന് ശേഷം സേവ് ചെയ്യുക. ഈ രീതിയിൽ നമ്മുടെ പ്രൊഫൈൽ മുഴുവൻ നമ്മുടെ ഈ പറഞ്ഞ അക്കാഡമിക് ഇൻഫർമേഷൻ, അതുപോലെ പബ്ലിക്കേഷന് എല്ലാ ഡീറ്റെയിൽസും കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടുന്ന് ഒരു CV ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നിങ്ങളുടെ ഫുൾ പ്രൊഫൈല് നിങ്ങൾക്ക് ഈ MHRDയുടെ എംപ്ലോയ് ഒക്കെ വെച്ച് നിങ്ങൾക്ക് ഒരു ഫുൾ പ്രൊഫൈൽ നിങ്ങൾക്ക് ഇവിടെ ഇതാണ് നിങ്ങളുടെ വിദ്വാൻ ഐ ഡി ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇതാണ് നിങ്ങളുടെ വിദ്വാൻ ഐ ഡി. മെയിലിൽ കൺഫേം ചെയ്താൽ മാത്രമേ ബാക്കി നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ. അപ്പൊ ഈ രീതിയിൽ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുക. ഒരു കാര്യം കൂടെ പറയാനുള്ളത്, അപ്പൊ നമ്മൾ ഏകദേശം പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുന്ന എല്ലാം തന്നെ ഏകദേശമായി. മെന്റലെ ഐ ഡി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് കരുതുന്നു. മെന്റലയിൽ നമുക്ക് നമ്മുടെ പബ്ലിക്കേഷനൊക്കെ ആഡ് ചെയ്യാനൊക്കെയുള്ള ഓപ്ഷൻ ഉണ്ട്. അത് എല്ലാവർക്കും അറിയാമെന്ന് കരുതുന്നു. പിന്നെ നമ്മൾ ഈ രീതിയിൽ എല്ലാവരുടെയും പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ IRINS എല്ലാവരുടെയും പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് IRINS നമ്മളൊരു റിക്വസ്റ്റ് കൊടുക്കുക. ഇവിടെ ഇൻസ്റ്റന്റ് റിക്വസ്റ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കുക. നമ്മുടെ ഇതിൻ്റെ അകത്ത് നോഡൽ ഓഫീസറുടെ പേര്, മറ്റ് ഡീറ്റെയിൽസ് എല്ലാം ചോദിച്ചിട്ടുണ്ട്. ആയഷ കോഡ് ചോദിച്ചിട്ട് നിങ്ങളുടെ കോളേജിൽ ആരെങ്കിലും അതിൻ്റെ ഒരു ചാർജ് കാണും, അവർക്ക് അറിയാമായിരിക്കും ആ കോഡ്, അത് കൊടുക്കുക. അങ്ങനെ നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തതിന് ശേഷം സബ്മിറ്റ് ചെയ്യുക. സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പം അവർ നമുക്ക് നമ്മുടെ പ്രൊഫൈലിൽ നിന്ന് ഡേറ്റ എല്ലാം ചെക്ക് ചെയ്തതിന് ശേഷം എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവർ നമ്മളെ കോണ്ടാക്ട് ചെയ്യും, മറ്റു ഡീറ്റെയിൽസ് ചോദിക്കും. അവർ പറയുന്ന അനുസരിച്ച് ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കുക. അങ്ങനെ നിങ്ങൾക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയാണ് ഇന്ന് പറയാൻ ഉദ്ദേശിച്ചിരുന്നത്. ഇപ്പൊ ഈ കാര്യങ്ങളിൽ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കുക. ഈ ക്ലാസ് എടുത്ത് അങ്ങനെ ഒത്തിരി ശീലമൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്കിത് സാധാരണ രീതിയിൽ പറഞ്ഞു തരാനാണ് അറിയാവുന്നത്. നമുക്കങ്ങനെ ക്ലാസ് എടുക്കുന്ന രീതി അത്ര അറിയത്തില്ല. അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ടായെങ്കിൽ ക്ഷമിക്കുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിച്ചോളൂ. ജോബിൻ സാർ, ഒരു സംശയം ചോദിക്കാനുള്ളത്. നിങ്ങൾ ഇത്രയും ചെയ്തു എന്ന് പറഞ്ഞു, ഇത് പ്രാക്ടിക്കലായിട്ട് ഇപ്പൊ അവരെ കൊണ്ട് എങ്ങനെ ഈ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യിക്കാൻ പറ്റും? ഞാൻ ചെയ്തതെന്ന് വെച്ചാല് എല്ലാവരുടെ ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടി അവിടെ ഇരുന്ന് തന്നെ നമ്മൾ ഒരു മിനിമം നമുക്ക് വേണ്ട സ്കോളർ ഐ ഡി എല്ലാവരെ കൊണ്ടും ക്രിയേറ്റ് ചെയ്യിച്ചു. എല്ലാവരെ കൊണ്ടെന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒരു 70% ആൾക്കാർ അവിടുന്ന് തന്നെ സ്കോളർ ഐ ഡി ക്രിയേറ്റ് ചെയ്തു. പിന്നെ വിദ്വാൻ ഐ ഡി ക്രിയേറ്റ് ചെയ്യിച്ചു, ഓർക്കിഡ് ഐ ഡി ക്രിയേറ്റ് ചെയ്യിച്ചു. ഈ 3 ഐ ഡി ഏകദേശം ഒരു 70% ആൾക്കാരെ കൊണ്ട് ആ മീറ്റിംഗിൽ നിന്ന് തന്നെ നമുക്ക് ക്രിയേറ്റ് ചെയ്യിക്കാൻ സാധിച്ചു. അതിനുശേഷം ഇവരിത് ആഡ് ചെയ്യുന്നില്ല, അവർ ക്രിയേറ്റ് ചെയ്തു. അതിനുശേഷം പിന്നെ ഇവരെ കൊണ്ട് ഇവരുടെ ആർട്ടിക്കിൾസ് ഒക്കെ ആഡ് ചെയ്യുന്ന കാര്യത്തിലൊക്കെ നമ്മൾ പിന്നെയും പുറകെ ഇങ്ങനെ ഡിപ്പാർട്ട്മെന്റുകളിലൊക്കെ നടന്ന് എല്ലാവരെയും നേരിൽ കണ്ട് പറഞ്ഞും ഒക്കെ കുറെ ക്രിയേറ്റ് ചെയ്തു. പിന്നെ കുറെ സീനിയർ ഫാക്കൽറ്റിയുടെ ഒക്കെ മുഴുവൻ ഞാൻ തന്നെ എല്ലാ ഐ ഡിയും ക്രിയേറ്റ് ചെയ്ത് 10-20 പേരുടെ ഞാൻ തന്നെ, അതായത് ഇച്ചിരി ഈ പറഞ്ഞ സ്കോപ്പസിൽ ഐ ഡി ഉള്ളവരും വെബ്സൈറ്റ്സ് പബ്ലിക്കേഷൻ ഒക്കെ ഉള്ളവരും അങ്ങനെയുള്ളവരുടെയൊക്കെ കൂടുതലും ഞാൻ തന്നെയാണ് ക്രിയേറ്റ് ചെയ്തത്. കൂടുതൽ അങ്ങനെയുള്ള ആൾക്കാരുടെയൊക്കെ നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്തു. അല്ലാണ്ട് ഒരു 70% ആൾക്കാരെ അവരെ കൊണ്ട് തന്നെ ചെയ്യിച്ചു. ഓക്കെ, താങ്ക് യു. ജോബിൻ സാർ, ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. കോളേജിന്റെ പേര് റിസർച്ച് ഐ ഡി ലിസ്റ്റിൽ ഇല്ലെങ്കിൽ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും? കോളേജിന്റെ പേര് ഈ പറഞ്ഞ വിദ്വാൻ നമ്മൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ കോളേജിന്റെ പേര് കാണിക്കുന്നില്ലെങ്കിൽ, റിസർച്ച് ഐ ഡി ക്രിയേറ്റ് ചെയ്യാൻ നേരത്ത് അതിന്റെ അകത്ത് കാണിക്കുന്നില്ലെങ്കിൽ, വെബ്സൈറ്റ്സ് റിസർച്ച് ഐ ഡിയോ
റിസർച്ചർ ഐ ഡി അല്ല മെസ്സേജ് ചോദിച്ചിരിക്കുന്നത്, റിസർച്ച് ഗേറ്റ്. സോറി, റിസർച്ച് ഗേറ്റില് റിസർച്ച് ഗേറ്റിലും ഈ പറഞ്ഞ പോലെ തന്നെ അവർക്കൊരു മെയിൽ അയച്ചാൽ മതി. ഇങ്ങനെ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷന്റെ പേര് ഇതിന്റെ അത് ആഡ് ചെയ്ത് വന്നിട്ടില്ല എന്നൊരു മെയിൽ അയച്ചു കഴിഞ്ഞാൽ അവര് വിത്തിൻ മിനിറ്റ്സ് അവർ ചെയ്തു തരും. ഓക്കെ. നമ്മുടെ ഒന്നും ആദ്യം ആഡ് ചെയ്തിട്ടില്ലായിരുന്നു. അത് കഴിഞ്ഞ് ആരെങ്കിലുമൊക്കെ റിക്വസ്റ്റ് കൊടുത്ത് സാധാരണ ആഡ് ചെയ്ത് വരാറുണ്ട് പലരും. എൻ്റെ മരിയൻ കോളേജിന് ഞാൻ തന്നെ റിക്വസ്റ്റ് കൊടുത്തതാണ്. റിക്വസ്റ്റ് കൊടുത്ത ഒരു ദിവസത്തിനുള്ളിൽ തന്നെ അവർ ആഡ് ചെയ്ത് തരും. നമ്മള് ഈ കാണുമ്പം ഇതൊന്നും അത്ര പ്രശ്നമായിട്ട് തോന്നുന്നില്ലെങ്കിലും ഇത് ഓരോരുത്തരെ കൊണ്ട് ക്രിയേറ്റ് ചെയ്ത് വരുമ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ജോലി തന്നെയാണ്. നമ്മുടെ ഇവിടെ 93 സ്റ്റാഫാണ്, 94 സ്റ്റാഫ്. ഇന്നിപ്പോ ഒരാൾ ആഡ് ചെയ്ത് കൂട്ടി 94 സ്റ്റാഫ്സ് ആണുള്ളത്. അപ്പം അത്രയും കുറച്ച് സ്റ്റാഫ് ഉണ്ടായിട്ട് പോലും എനിക്ക് തോന്നുന്നു ഞാൻ ഒരു 10-20 ദിവസം മുഴുവൻ വരുമ്പോൾ മുഴുവൻ നേരം ഇത് ചെയ്യുക. അങ്ങനെ ഒരു 10-25 ദിവസം മുഴുവനായിട്ട് ചെയ്തപ്പോഴാണ് നമുക്ക് ഏകദേശം ഒന്ന് സബ്മിറ്റ് ചെയ്യാൻ പാകത്തിനായത്. അപ്പം വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ ആണെങ്കിൽ കുറെ സമയം എടുക്കും. ഇതാണ് നമ്മുടെ മരിയൻ കോളേജിന്റെ പ്രൊഫൈൽ. ഇതാണ് നിങ്ങൾക്ക് ഞാൻ KCLA മെമ്പേഴ്സിന് ഞാൻ ലിങ്ക് അയച്ചിരുന്നു. അപ്പൊ ഈ രീതിയിൽ നമ്മുടെ പ്രൊഫൈൽ നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാം. ഇവിടെ ഡിപ്പാർട്ട്മെന്റ് വൈസ് ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ കാണിക്കുന്ന നമുക്കുള്ള വെബ് ഓഫ് സയൻസ് സൈറ്റേഷൻസും ക്രോസ് റെഫിൽ കിട്ടിയിരിക്കുന്ന സൈറ്റേഷൻസും ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. നമ്മുടെ ഇവിടെ എയ്ഡഡ് ഫാക്കൽറ്റി ആകെ 21 പേരേ ഉള്ളൂ. ബാക്കിയെല്ലാം സെൽഫ് ഫിനാൻസിങ് സ്റ്റാഫ്സ് ആണ്. അതുകൊണ്ട് നമ്മുടെ ഈ അച്ഛൻ പറഞ്ഞ പോലെ നമ്മുടെ റിസർച്ച് പബ്ലിക്കേഷൻ മേഖല കുറച്ച് പുറകിലാണ്. അപ്പൊ ഇത് ഒരു കാര്യം ചോദിച്ചോട്ടെ, ഗസ്റ്റിന്റെ ഡീറ്റെയിൽസ് നമ്മൾ ആഡ് ചെയ്യാറുണ്ടോ? ഗസ്റ്റിന്റെ ഞാനിവിടെ ആഡ് ചെയ്യുന്നില്ല. നമ്മുടെ ഇവിടെ സെൽഫ് ഫിനാൻസിങ്ങിനുള്ള ടീച്ചേഴ്സിന്റെ ആഡ് ചെയ്തിട്ടുണ്ട്. ഗസ്റ്റ് ആയിട്ട് പഠിപ്പിക്കുന്നവരുടെ ആഡ് ചെയ്തിട്ടില്ല. ഇപ്പൊ ഇവിടെ ഡിപ്പാർട്ട്മെന്റ് വൈസിലൊക്കെ ആണെങ്കിൽ നമുക്കിവിടെ ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെ ഇൻഡെക്സ് ഒക്കെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇപ്പോൾ ഡിപ്പാർട്ട്മെന്റ് ഓഫ് കൊമേഴ്സിന്റെ ഇൻഡെക്സ്, അവർക്ക് കിട്ടിയിരിക്കുന്ന സൈറ്റേഷൻസ്, അവർക്ക് എത്ര പബ്ലിക്കേഷൻസ് ഉണ്ട്, ഓരോരുത്തരുടെയും പേരും എല്ലാം ലിസ്റ്റ് ചെയ്ത് വരും. അവരുടെ പ്രൊഫൈൽ എല്ലാം ലിസ്റ്റ് ചെയ്ത് വരും. ഇങ്ങനെ അതുപോലെ ഓതേഴ്സിന്റെ ആണെങ്കിൽ അത്യാവശ്യം ഫുള്ളായിട്ട് ചെയ്തിരിക്കുന്ന ഓതേഴ്സിന്റെ ആണെങ്കിൽ ഈ രീതിയിൽ ലിസ്റ്റ് ചെയ്ത് വരും. അവരുടെ കോതർ അനാലിസിസ്, അവരുടെ കൂടെ കോതറായിട്ട് പബ്ലിഷ് ചെയ്തിരിക്കുന്നവരുമായിട്ടുള്ള ഒരു കോതർ നെറ്റ്വർക്ക്സ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. നമുക്കിവിടെ നമ്മൾ ആഡ് ചെയ്തിരുന്നു. അവിടേക്കൊക്കെ നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ സ്കോപ്പ് സൈഡിലേക്ക് പോകാം. എല്ലാം ഒറ്റ പ്രൊഫൈലിൽ എല്ലാം നമുക്ക് ലിങ്ക്ഡ് ആണ്. ഈ ഗൂഗിൾ സ്കോളറിൽ കിട്ടിയിരിക്കുന്ന സൈറ്റേഷൻ, അതുപോലെ ഇവിടെ കാണിച്ചിരിക്കുന്നത് ഇത് വെബ് ഓഫ് സയൻസ് സ്കോപ്പസിൽ കിട്ടിയിരിക്കുന്നത്, ഇത് ക്രോസ് റെഫ്, ഇവിടെ ഗൂഗിൾ സ്കോളറിൽ കിട്ടിയിരിക്കുന്ന സൈറ്റേഷൻ. ഈ രീതിയിൽ നമുക്കിവിടെ ചെയ്ത് കിട്ടും. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിച്ചോളൂ. അതുപോലെ അച്ഛന് ഒരു റിസർച്ച് കൺസൾട്ടൻസി തുടങ്ങുന്ന കാര്യം പറഞ്ഞായിരുന്നു. അത് നമ്മൾ ഉദ്ദേശിക്കുന്നത് മറ്റു കോളേജിലുള്ളവർക്കൊക്കെ റിസർച്ചുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇപ്പോൾ ഡാറ്റ അനാലിസിസ് ഒക്കെ ആർക്കെങ്കിലും ചെയ്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ ഒരു ഗ്രൂപ്പായിട്ടാണ് ചെയ്യുന്നത്. അതിവിടെ നമ്മുടെ ഇടയിലുള്ള 1-2 ലൈബ്രറിയൻസും അതിൻ്റെ അകത്ത് മെമ്പർ ആകുന്നുണ്ട്. അതുപോലെ കോളേജിലുള്ള 2-3 സ്റ്റാഫ്, മറ്റു കോളേജിലുള്ള ഒരു സ്റ്റാഫ്, അങ്ങനെ ഒരു 6-7 പേരുടെ ഒരു ടീമായിട്ടാണ് അത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അത് നമ്മൾ ഈ പറഞ്ഞ പോലെ ഡാറ്റ അനാലിസിസ് തൊട്ട് റിസർച്ചുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം. അതുപോലെ നമ്മൾ ടേണിറ്റിന് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ സിമിലാരിറ്റി ചെക്ക് ചെയ്ത് കൊടുക്കും. അപ്പം നമ്മളൊരു കോളേജുമായിട്ടൊരു ടൈപ്പ് അല്ലെങ്കിൽ ഒരു MOU ഒക്കെ സൈൻ ചെയ്ത് ആ രീതിയിലാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ബന്ധപ്പെടുക. ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് ഇതില്. സ്കോപ്പ് സൈഡ് ജാസ്മദീൻ എസിന്റെ കണ്ടെയ്ൻസ് എ റോങ് ആർട്ടിക്കിൾ. ഹൗ ക്യാൻ
we correct this type of errors. ഏതാ ജാസ്മതിന്റെയോ? Scopus ID contains a wrong article. അത് സ്കോപ്പസിൽ അവർക്ക് മെയിൽ ചെയ്താൽ മതി. നമ്മുടെ എൻ്റെ ആർട്ടിക്കിൾ അല്ല ഇത് മാറ്റണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരത് മാറ്റിക്കൊള്ളും. സ്കോപ്പസിലൊക്കെ മെയിൽ ചെയ്ത് കഴിഞ്ഞാൽ അന്നേരം റിപ്ലൈ ഒരു വിത്തിൻ അവർ അവരത് ചെയ്തു തരും. അതുപോലെ ചില കേസിൽ കാണാറുള്ള നമ്മുടെ പേര് തന്നെ 2 ഓതറായിട്ടൊക്കെ കാണിക്കും. ഈ ഇന്നലെ ഇവിടെയുള്ള ഒരു സാറിന്റെ ഒരു പുതിയൊരു ആർട്ടിക്കിൾ 2021 വെബ് ഓഫ് സയൻസിൽ പബ്ലിഷ് ചെയ്ത് വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഒരു 6 ആർട്ടിക്കിൾ ഓൾറെഡി വെബ് ഓഫ് സയൻസിലുണ്ട്, ഈ പറഞ്ഞ റിസർച്ചർ ഐ ഡി ഉണ്ട്. പക്ഷെ ലാസ്റ്റ് ആർട്ടിക്കിൾ പബ്ലിഷ് ചെയ്ത് വന്ന പേര് സെയിം ആണ്, പക്ഷെ മറ്റൊരു ഓതറായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. അത് ഇന്നലെ തന്നെ മെയിൽ ചെയ്തു, അത് റെക്ടിഫൈ ചെയ്ത് ഇന്നലെ തന്നെ അത് കിട്ടി. അപ്പോൾ സ്കോപ്പസിലും വെബ് ഓഫ് സയൻസിലും ഒക്കെ നമ്മൾ അവർക്ക് റിക്വസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ വിത്തിൻ അവർ അത് റെക്ടിഫൈ ചെയ്ത് തരും. നമ്മുടെ ചെയ്യുന്ന വെച്ചാൽ നമ്മുടെ സ്റ്റാഫിന്റെ പബ്ലിക്കേഷൻസ് ഒക്കെ നമ്മളൊന്ന് മനസ്സിലാക്കിയിരിക്കുക. അവരുടെ പ്രൊഫൈലൊക്കെ നമ്മളും കൂടെ കൂടിയൊക്കെ ചെയ്യുവാണെങ്കിൽ, എനിക്ക് ഇവിടെയുള്ള കോളേജിലെ എല്ലാ ടീച്ചേഴ്സിന്റെയും അവരുടെ പ്രൊഫൈൽ കൃത്യമായിട്ട് അറിയാം. എത്ര ആർട്ടിക്കിൾ ഉണ്ട്, ഓരോരുത്തർക്കും വെബ് ഓഫ് സയൻസിൽ എത്രയുണ്ട്, ഇതെല്ലാം ഞാനും കൂടെ കൂടി ചെയ്യുന്നത് കൊണ്ട് എല്ലാവരുടെയും ഡീറ്റെയിൽസ് നമുക്ക് കൃത്യമായിട്ട് അറിയാം. അപ്പൊ ആ ഒരു രീതിയിൽ ലൈബ്രറിയൻസ് ആയിട്ടുള്ളവർ നിങ്ങൾ കൂടെ കൂടി പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുകയും അവരെ സാധാരണഗതിയിൽ ടീച്ചേഴ്സ് അത്ര അവര് ഈ മേഖലയിൽ അവർ കൈവെക്കാത്തതുകൊണ്ട് അവരത്ര അവെയർ ആയിരിക്കണമെന്നില്ല. ഈ പറഞ്ഞ സൈറ്റേഷന്റെ കാര്യമോ അല്ലെങ്കിൽ പബ്ലിഷ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവരത്ര പ്രൊഫൈലിന്റെ കാര്യമൊന്നും അവരത്ര അവെയർ ആയിരിക്കണമെന്നില്ല. അപ്പം നമ്മൾ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുക, നമ്മളും കൂടെ കൂടി പ്രൊഫൈൽ എല്ലാം ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക. ഇപ്പം നമ്മളിവിടെ കൂടുതൽ പബ്ലിക്കേഷനുള്ള എല്ലാവരുടെയും എല്ലാ പ്രൊഫൈലും ഞാനും കൂടെ കൂടിയാണ് എല്ലാ പ്രൊഫൈലും ചെയ്തിരിക്കുന്നത്. അപ്പം ആ രീതിയിൽ നമുക്ക് അവരെ ഹെൽപ്പ് ചെയ്യാം. അപ്പം ഞാൻ മനസ്സിലാക്കുന്നത് നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ലൈബ്രറിയൻസിന് കോളേജിലുള്ള ഒരു അക്സെപ്റ്റൻസ് അല്ലെങ്കിൽ അത് കൂടാനുള്ള ഒരു സാഹചര്യം ഉണ്ട്. ഓക്കെ, ഇനി ആർക്കും ഡൗട്ട് ഇല്ല എന്ന് തോന്നുന്നു. ഏത് സമയത്താണെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാം. ഈ പറഞ്ഞ മേഖലയിൽ ഈ ക്ലാസ് എടുക്കുന്നത് അത്ര ശരിയാവോ ഇല്ലെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. നമ്മളിതെല്ലാം ചെയ്തതായതുകൊണ്ട് നമുക്ക് ആ രീതിയിൽ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. ഏത് സമയത്തും നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. ഓക്കെ, നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. വേറെ ആർക്കും ഡൗട്ടൊന്നും ഇല്ലാന്ന് തോന്നുന്നു. വോട്ട് ഓഫ് താങ്ക്സിന് വേണ്ടിയിട്ട് റേഷനെ ക്ഷണിക്കും. ഹലോ റേഷ്. ഹലോ. ഇതുപോലെ ഒറ്റ കാര്യങ്ങൾ പറഞ്ഞോട്ടെ. നമ്മൾ ഈ റിസർച്ച് കൺസൾട്ടൻസിയിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ഏതെങ്കിലും കോളേജുകൾക്ക് ഈ പറഞ്ഞ IRINS പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഹെൽപ്പ് വേണമെങ്കിൽ നമ്മൾ അവിടെ വന്ന് സ്റ്റാഫിന് ഒരു വർക്ക്ഷോപ്പ് പോലെയൊക്കെ നടത്തി നമ്മളത് ചെയ്തു കൊടുക്കുന്നതിന് പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പം ആർക്കെങ്കിലും അങ്ങനെയുള്ള ഹെൽപ്പ് വേണമെങ്കിലും നമുക്ക് അത് ചെയ്തു തരാവുന്നതാണ്. ഹലോ, ഇത്രയും ടൂൾസിനെ കുറിച്ച് വളരെ ലളിതമായിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത ജോബിൻ സാറിന് ആദ്യമായിട്ട് നന്ദി പറയട്ടെ. വിദ്വാൻ പ്രൊഫൈലിൽ എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടതെന്നും ലോഗിൻ ചെയ്ത് വ്യത്യസ്തമായിട്ടുള്ള വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യേണ്ടതെന്നത് വളരെ ലളിതമായിട്ടും വളരെ ഭംഗിയായിട്ടും വളരെ വ്യക്തമായി മനസ്സിലാക്കുന്ന ഭാഷയിൽ നമുക്ക് പറഞ്ഞു തരികയും ചെയ്തു. അതുപോലെ തന്നെ ഡിഫറെന്റ് അക്കാഡമിക് ഐഡിയസ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യേണ്ടതെന്നും അതിൽ ഏതൊക്കെ ഇഷ്യൂസ് വരാമെന്നുള്ളതിനെ കുറിച്ചും വളരെ വ്യക്തമാക്കി തന്ന ജോബിൻ സാറിന് ആദ്യമായിട്ട് നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഇന്നത്തെ നമ്മുടെ ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്ത ഈ ഒരു പ്രോഗ്രാമിന് വേണ്ടിയിട്ട് സമയം കണ്ടെത്തി അതിന് ഒരിക്കലും കൂടി നന്ദി പറയുന്നു. അതുപോലെ തന്നെ അടുത്തായി അറിയിക്കുന്നത് നമ്മുടെ ടോണി സാറാണ്. ഇനി നന്ദി അറിയിക്കുന്നത് ഈ പ്രോഗ്രാമിന്റെ ഈ പ്രോഗ്രാം
ചുറ്റാൻ നമ്മുടെ പ്രസിഡന്റ് ഡോക്ടർ അനൽ സുമൻ ജോസാണ്. മിനിക്ക് നന്ദി പറയുന്നു. അവസാനമായിട്ട് ഈ പ്രോഗ്രാമിൽ പങ്കെടുത്ത എല്ലാവരും നന്ദി പറയുന്നുണ്ട്. ഓക്കെ, താങ്ക് യു രേഷ്. ടോണി സാറേ, പ്രോഗ്രാം എൻഡ് ചെയ്യുന്നിട്ടൊന്ന് അനൗൺസ് ചെയ്യും. ഓക്കെ, താങ്ക് യു റേഷ് സാർ. ഇന്നത്തെ ഈ പ്രോഗ്രാം ഏറ്റവും ഭംഗിയായി നടത്താൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. ഈ പ്രോഗ്രാം അവസാനിച്ചതായിട്ട് അറിയിക്കുന്നു. താങ്ക് യു. താങ്ക് യു.